ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 9ാമത്തെ ക്ലാസ്സിലേക്കാണ് 2025 സെപ്റ്റംബർ മാസം 15-ാം തീയതി നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 8 ക്ലാസ്സുകളായി നാം ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളെയാണ് നാം നമ്മൾ പഠിച്ചത്. 19ാമത്തെ വാക്യം യോഹന്നാൻ കണ്ടത്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി വെളിപ്പാട് പുസ്തക പഠനത്തെ 3ആയിട്ട് വിഭജിച്ച് പഠിക്കുന്നു. ഭൂത, വർത്തമാന, ഭാവി കാലങ്ങളെക്കുറിച്ചാകുന്നു എന്നുള്ളത് നാം ചിന്തിച്ചിപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂതകാല സംഭവങ്ങളിൽ യോഹന്നാൻ യേശുവിൽ ദർശിച്ച 7 മഹാസംഭവങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. അത് 7 മഹാസംഭവങ്ങൾ. ഒരു പ്രധാന സംഭവം, പത്മോസിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ യോഹന്നാൻ വരച്ച് കാണിച്ചു. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഭാഗത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പത്മോസ് മുതൽ ഒലിവ് വരെയുള്ള 6 സംഭവങ്ങളുള്ള ബന്ധത്തിലാണ്. അതിൽ നമ്മൾ ചിന്തിച്ചത് 2 വിഷയങ്ങളെ ആസ്പദമാക്കി നാം ചിന്തിച്ചു. അത് യേശു ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനും യേശുവിൻ്റെ പ്രവൃത്തികൾക്കും ഉള്ള ബന്ധത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ സാക്ഷ്യം വഹിച്ചതിനെ കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് തുടർന്ന് നാം ചിന്തിക്കുന്നത് മറുമലയിൽ വെച്ച് യേശുണ്ടായ രൂപാന്തരത്തിന് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ സഭയുടെ തൂണുകളായ 3 പേർ മാത്രമാണ് അതിൻ്റെ സാക്ഷ്യം വഹിച്ചത്. അതുപോലെ തന്നെ ക്രൂശിലെ മരണത്തിന് അപ്പോസ്തലനായ യോഹന്നാൻ മാത്രമാണ് അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിയാത്തത്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും അവർ സാക്ഷികളായി തീർന്നു. അതുപോലെ സ്വർഗാരോപണത്തിനും കർത്താവിൻ്റെ ശിഷ്യന്മാർ അവർ ദൃക്സാക്ഷികളായിരുന്നു. ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 12 ശിഷ്യന്മാരിൽ മത്തിയാസ് ഉൾപ്പെടെ 9 പേർ യേശുവിൻ്റെ മഹാസംഭവങ്ങളുടെ ബന്ധത്തിൽ അവർ 4 കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളായിരുന്നു. 2 പേര് 5 കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളായപ്പോൾ യോഹന്നാനാണ് 7 കാര്യങ്ങൾക്ക് താൻ ദൃക്സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായി ക്രിസ്തുവിൽ ദർശിച്ച 7 മഹാസംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ യോഹന്നാൻ ദർശിച്ചെഴുതിയ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന അപ്പോസ്തലത്വം നഷ്ടപ്പെട്ടു പോയ യൂദയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2 കാര്യങ്ങൾക്ക് ദൃക്സാക്ഷിയാകാൻ യൂദയ്ക്ക് പറ്റിയത്. യേശു ജഡത്തിൽ അവതരിച്ചതിനും യേശുവിൻ്റെ പ്രവൃത്തികൾക്കും യൂദ ദൃക്സാക്ഷിയായിരുന്നു. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അവൻ പങ്കാളിത്തം വഹിക്കാതെ ക്രിസ്തുവിൽ നിന്ന് അവൻ വേർപെട്ടുപോയി. ഈ ലോകത്തിൻ്റെ ദ്രവ്യം സമ്പാദിക്കാൻ വേണ്ടി അവനെ പിശാച് അവൻ്റെ ഹൃദയത്തിൽ കടന്ന് അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ അവന് ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലും അവന് പങ്കാളിത്തം വഹിച്ചില്ല എന്നുള്ളതും നാം ഈ രാത്രി മനസ്സിലാക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവിക ദർശനങ്ങൾ, ദൈവത്തിൻ്റെ കരുതലുകൾ അല്ലെങ്കിൽ ദൈവിക ചിന്തകൾ, അതൊക്കെയും നാം വേണ്ട പോലെ കരുതിയില്ലെങ്കിൽ അത് നഷ്ടമാക്കി പോകുവാൻ വളരെയേറെ സാധ്യതയുണ്ട്. കർത്താവ് ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച യൂദ ഒറ്റുകാരനായി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയത്. അവൻ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, പലവിധ ശുശ്രൂഷകൾ അവനും ചെയ്തിട്ടുണ്ട്. 2 പേരെ വെച്ച് അയച്ചപ്പോൾ അതെല്ലാം ചെയ്തതാണ്. പക്ഷേ എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും നാം വിശ്വാസം ഇരിക്കുന്നുവോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് അനുദിന ജീവിതത്തിൻ്റെ ആവശ്യകതയാകുന്നു. മറ്റെന്തിനേക്കാളും നാം ഏറ്റവും അധികം പ്രാധാന്യത കൊടുക്കേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തിനാകുന്നു. മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ചാൽ കുഴപ്പമില്ല, നമുക്കൊരു പക്ഷേ വേണമെങ്കിൽ മാറ്റിവെക്കാം. എന്നാൽ ആത്മീയ കാര്യത്തിൽ നാളേക്ക് മാറ്റിവെപ്പാൻ ഇടയാകരുത്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ അത് നമുക്ക് നിത്യതയിൽ വലിയ നഷ്ടമായി തീരും. അതുകൊണ്ട് ഒരുക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവവചനം നാം പഠിക്കുന്നത്, നാം ചിന്തിക്കുന്നത്. ഇന്ന് നാം ഒരുക്കപ്പെടണമെങ്കിൽ ഒരുക്കപ്പെട്ടേ മതിയാകുള്ളൂ. ഇന്ന് മാനസാന്തരപ്പെടണം, എന്ന് മടങ്ങി വരണമെങ്കിൽ മടങ്ങി വരണം, എന്ന് അനുദമിക്കണമെങ്കിൽ അനുദമിച്ച് ദൈവത്തിലേക്ക് കടന്നു വരണം. നാളെ എന്നുള്ളത് മാറ്റിവെക്കുവാൻ പറ്റാത്തത്
ദൈവിക കാര്യങ്ങളാണ്. പക്ഷേ മനുഷ്യൻ മുഴുവനും മാറ്റിവെക്കുന്നത് ആത്മീയ കാര്യങ്ങളെയാണ്. അത് നാളത്തേക്ക് മാറ്റിവെക്കും. നാളെ പ്രാർത്ഥിക്കാം, നാളെ ഉപവസിക്കാം, അല്ലെങ്കിൽ നാളെ ദൈവവേല ചെയ്യാം, നാളെ ഗുണപ്പെടാം, നാളെ മാനസാന്തരപ്പെടാം എന്നുള്ള രീതിയിൽ ആത്മീയ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിനെയാണ് ആത്മീയ ദാരിദ്ര്യം അല്ലെങ്കിൽ ആത്മീയ ആ, ആ, വരൾച്ച എന്ന് പറയുന്നത്, വരണ്ട ഭൂമിയിലേക്ക് പോകുന്നത്. ആത്മാവിൻ്റെ നനവുള്ളത് എപ്പോഴും ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങളെയാണ് ആത്മാവ് വളർച്ച പ്രാപിക്കുന്നതുകൊണ്ട് നാം ഈ തോട്ടത്തിൽ പണിയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും നനവുള്ളവരായിരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെള്ളം നമ്മുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്നത് നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ദൈവജനം വെള്ളമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ചെന്നിട്ട് നമ്മുടെ ജീവൻ സഞ്ചരിക്കുന്ന, ആത്മാവ് സഞ്ചരിക്കുന്ന രക്തത്തിലൂടെ വചനം ഒഴുകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് വെളിച്ചമായി രൂപാന്തരപ്പെടും, ജീവനും ചൈതന്യവും നൽകുന്നത്. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എപ്പോഴും ഒഴുകത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ സംഭരിച്ചിരിക്കുന്ന വചനം നഷ്ടമായി പോകാതെ പരിപോഷിക്കപ്പെടുവാൻ വചന പഠനം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തുടർ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മറുരൂപമലയിൽ വെച്ച് യേശുവിനുണ്ടായ രൂപാന്തരത്തെക്കുറിച്ചാകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയമായപ്പോഴത്തേക്കും കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളിൽ മൂന്ന് പേരെ, സഭയുടെ തൂണുകളായി എണ്ണപ്പെടേണ്ട 3 പേരെ വിളിച്ചുകൊണ്ട് താബോർ മലയുടെ മുകളിലേക്ക് കയറി പോകുവാൻ ഇടയാക്കുന്നു. അവിടെ കർത്താവിന് വന്ന രൂപാന്തരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അവസാനത്തിലാണ്, അതിന് മുമ്പായിട്ടാണ് ഇത് വെളിപ്പെടുത്തി എന്നുള്ളതിൻ്റെ വചനം തെളിവ് നിങ്ങൾ ചോദിക്കും. കാരണം വചനം പഠിക്കുമ്പോൾ അതിൻ്റെ തെളിവ് വേണമല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാനത് വെറുതെ പറഞ്ഞു പോയതാണെങ്കിൽ അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. കാരണം എല്ലാറ്റിനും കഴിവതും ദൈവജനത്തിന് തെളിവ് നൽകിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തെങ്കിൽ യേശുവിൻ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യോർദാൻ നദിയിൽ യേശു സ്നാനപ്പെട്ട് കരയിൽ കയറുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ആവസിച്ചപ്പോൾ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവങ്ക് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വചനം ആരംഭത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, ആത്മാഭിഷേകത്തിൻ്റെ ശക്തിയോടുള്ള ബന്ധത്തിൽ അത് വ്യാപരിച്ചപ്പോൾ അന്ന് അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് കേട്ടുവന്ന് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. നിർമ്മിച്ചതൊന്നും കഥകൾ കൊണ്ടല്ല, ഇത് എഴുതിയിരിക്കുന്നതൊന്നും കഥകളല്ല, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ സാക്ഷികരിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് എന്ന് 2 പത്രോസിൻ്റെ 1-ാം അധ്യായം 16-18 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ മറൂബ മലയിലെ സംഭവങ്ങൾ നടന്നത് എന്നുള്ളതിൻ്റെ തെളിവനായിട്ട് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ്റെ ആരോപണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തു ഇറങ്ങി വന്നു, അവൻ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ഈകലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു. എന്നാൽ ഈ ലൂക്കോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ, അഥവാ ഒലിവുമലയിൽ നിന്ന് യേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ജയാളിയായിരിക്കുന്ന ക്രിസ്തു അവൻ ആരോപണം ചെയ്യപ്പെടുവാനുള്ള സമയം അടുത്തു വരുന്നപ്പോഴാണ്, അതിനുള്ള സമയമായപ്പോൾ ആണ് ഈ സംഭവം നടന്നതെന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 51-ാം വാക്യത്തിൽ 51 പറയുന്നത് അവൻ്റെ ആരോപണത്തിനുള്ള കാലം തികയാറായപ്പോൾ. അപ്പോൾ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു 30-ാമത്തെ വയസ്സ് ശുശ്രൂഷ ആരംഭിച്ചു. ആ ശുശ്രൂഷയുടെ പൂർത്തീകരണമായി ഇറങ്ങി വന്ന കർത്താവ് എവിടുന്ന് ഇറങ്ങി വന്നു അവിടേക്ക് അവൻ ആരോഹണം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സമയം ആകുമ്പോൾ അതിന് മുമ്പായിട്ടാണ് ഈ മറുമലയിലെ രൂപാന്തരത്തിന് അത് സാക്ഷികളാക്കി കൊടുത്തത്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കാണിച്ചു കൊടുത്തത് ദൈവരാജ്യത്തിൻ്റെ പ്രദർശനമാണ് അവിടെ അന്ന് വെളിപ്പെടുത്തിയത്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, മറുമലയിൽ വെച്ചുണ്ടായ യേശുവിൻ്റെ രൂപാന്തരത്തിന് അവൻ ദൃക്സാക്ഷികളായി 3 പേരുണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ വിശകലനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർ
ഇതിനു മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ പ്രാണനായി വിട്ടാൽ പിന്നെ അവിടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മരണാനന്തര തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടവർ ആരൊക്കെയായിരുന്നു, അവർ കണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിച്ചാൽ അതേക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസ് മുഴുവനും അവിടെ ആ ഓരോ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മളവിടെ സമയം ചെലവഴിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ രൂപാന്തരത്തിന് സാക്ഷികളായി തീർന്നതിൽ സഭയുടെ തൂണുകളായിരിക്കുന്ന പത്രോസും യാക്കോവും യോഹന്നാനും അതോടൊപ്പം തന്നെ യേശുവിന് മുമ്പ് മരിച്ചുപോയ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മുമ്പ് മരിച്ചുപോയ മോശയും അതുപോലെ ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞാനിവിടെ മരിച്ചുപോയത് എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ സംശയം വന്നു, ഏലിയാവ് മരിച്ചു പോയില്ലല്ലോ, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയല്ലേ ചെയ്തത്, പിന്നെ എങ്ങനെയാണ് മരിച്ചു പോയതെന്ന് പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരാം. അത് നല്ലതാണ്. പക്ഷേ മോശ മരിച്ചപ്പോൾ മോശയുടെ ശവസംസ്കാരം നടത്തിയത് മീഖായേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് സ്വർഗീയ സൈന്യ ബഹുമതികളോടുകൂടി ആദ്യമായി ശവസംസ്കാരം ചെയ്യപ്പെട്ട വ്യക്തി അത് മോശയാണ്. കാരണം മോശയുടെ ശരീരം അവിടുന്ന് ഈ മറുമലയിൽ പ്രത്യക്ഷപ്പെടേണ്ട സമയത്ത് പ്രത്യക്ഷപ്പെടണം. അത് അവിടുന്ന് എഴുന്നേറ്റ് വരാതിരിക്കാൻ, തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി സാത്താനെ ശാസ്ത്രിച്ച് ഭർത്തിച്ചകറ്റി ആരും കാണാതെ രഹസ്യമായിട്ടാണ് ഈ മോശയുടെ ഭൗതിക ശരീരം മീഖായേൽ അടക്കം ചെയ്തത്. അപ്പോൾ മോശ മരിച്ചുവെന്നും മോശ പിതാക്കന്മാരോട് ചേർന്നു എന്നുള്ളതിനും വളരെ വ്യക്തതയുണ്ട്. മോശ ദൈവത്തിൻ്റെ ഉള്ള ബന്ധത്തിൽ, യേശുക്രിസ്തുവുള്ള ദൈവരായത്തോടുള്ള ബന്ധത്തിൽ അവൻ മറുമലയിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ ആത്മാവ് അബ്രഹാമിൻ്റെ മടിയിൽ നിന്ന് അവൻ്റെ ശരീരത്തിൽ വന്ന് ഈ പറയുന്ന മറുമലയിൽ വരികയും തേജസ്സിൽ പ്രത്യക്ഷപ്പെടുകയും പെട്ടു എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതാണ്. എന്നാൽ ഏലിയാവ് പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് പലർക്കും ഒരു ചിന്തിച്ച് കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ അതേക്കുറിച്ച് കാര്യമായിട്ട് അങ്ങ് ചിന്തിച്ച് കാണത്തില്ല. അപ്പോൾ ഏലിയാവ് എടുക്കപ്പെട്ടെന്നല്ല, ഏലിയാവിനെ വന്ന് അഗ്നി രഥവും അശ്വങ്ങളും വന്ന് ഏലിയാവിനെ ജീവനോടെ കൊണ്ടുപോകുന്നത് എല്ലാവരും കണ്ടതാണ്. എന്നാൽ ഇവിടെ ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടു. ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ, ശിഷ്യന്മാർക്ക് തന്നെ സംബന്ധിച്ച സംശയമുണ്ടായിരുന്നു. അവരിറങ്ങി വന്നപ്പോൾ ചോദിച്ചത് മറ്റൊന്നുമല്ല, മുമ്പേ ഏലിയാവ് വരേണ്ടത് എന്ത് എന്ന് അവർ ചോദിക്കാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഏലിയാവ് വന്നല്ലോ, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ അത് യോഹന്നാനാകുന്നു, യോഹന്നാൻ സ്നാപകനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വരുവാനുള്ള അവൻ വന്ന് മനുഷ്യരുടെ ഹൃദയത്തെ, അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തിൽ അപ്പന്മാരോടും നിരപ്പിക്കും എന്നുള്ള സന്ദേശമാണ് മലാഖയുടെ പുസ്തകത്തിൽ എഴുതി അവസാനിപ്പിച്ചതെങ്കിൽ ഏലിയാവ് വന്നു. കർത്താവ് പറഞ്ഞു, അവൻ വന്നു, അവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പക്ഷേ അവർക്ക് ഈ പ്രമാണം വായിച്ചവർക്ക്, മലാഖയുടെ പ്രവചനം വായിച്ചവർക്ക് ഏലിയാവ് ആരായിരുന്നെന്നോ യോഹന്നാൻ സ്നാപകനായിരുന്നെന്നോ പലർക്കും അറിയത്തില്ല. അത് പറഞ്ഞ പോലെ ഇന്നും അനേകർക്ക് ഇപ്പോഴും ഏലിയാവ് വരുമെന്ന് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇനിയും മഹോദര സമയത്ത് സാക്ഷികളായിട്ട് ഏലിയാവ് വരുമെന്ന് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വെറുതെ കാത്തിരിക്കാമെന്നേ ഉള്ളൂ. ഏലിയാവ് വരത്തില്ല. ഏലിയാവ് വരേണ്ട ഏലിയാവ് വന്നു. കർത്താവ് പറഞ്ഞു അവൻ വരേണ്ടതായിരുന്നു, അവൻ വന്നല്ലോ, ഇനി അവൻ വരത്തില്ല എന്നുള്ളതാണ് യേശുവോട് പറഞ്ഞത്. അപ്പോൾ ഈ ഏലിയാവായി വന്ന അവിടെ പ്രത്യക്ഷപ്പെട്ട രാജാക്കന്മാരുടെ സമയത്ത് വന്ന ഏലിയാവ് വാസ്തവത്തിൽ അവൻ മനുഷ്യനായിരുന്നില്ല, അവൻ ദൂതനായിരുന്നു. അവൻ്റെ ശുശ്രൂഷ ചെയ്തപ്പോൾ ദൈവം അവനെ ഉയരത്തിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. അവൻ വന്ന പർദീസിലേക്ക് അവനെ തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നാൽ ഏലിയാവിൻ്റെ അതേ ആത്മാവും അതേ ശക്തിയോട് കൂടി എന്ന് പറഞ്ഞാൽ ഏലിയാവ് ഏത് ശുശ്രൂഷയാണോ ചെയ്തത് അത് മനുഷ്യനായി ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത് യോഹന്നാനാണ്. യോഹന്നാൻ സ്നാപകനാണ്. അപ്പോൾ യേശുക്രിസ്തു അവൻ ദൈവപുത്രനായി മനുഷ്യനായ ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ, അത്യുന്നതൻ്റെ പുത്രൻ മനുഷ്യനായ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അത്യുന്നതൻ്റെ പ്രവാചകൻ ഇവിടെ മനുഷ്യനായി ഒരു ജഡത്തിൽ തന്നെ വന്നത് യോഹന്നാൻ സ്നാപകനായിരുന്നു. എന്നാൽ അതിന് മുമ്പായി മുന്നോടിയായി വന്നത് നിഴലായി വന്ന ഏലിയാവായിരുന്നു. ഇത് സംശയ നിവാരണത്തിന് വേണ്ടി മത്തായി സുവിശേഷം 17-ാം അധ്യായം
എൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് അവൻ, ഏലിയാവ് വന്നു സകലവും യഥാസ്ഥാനത്താക്കുന്നു സത്യം, എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വരച്ചേക്കണമേ. ഇവിടെ എഴുതിയിരിക്കുന്ന, എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞിട്ട് പോലും വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കേണ്ട. എന്നാൽ കഥാകാരി ഈ വിഷയം പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കത്തില്ലെന്ന്. കാരണം ആ പഠിച്ചു വെച്ചിരിക്കുന്നത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം കഥ പറയുകയാണ്, എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു പറയുകയാണ്. അവർക്ക് മനസ്സിലായില്ല. ഈ മലാഖയുടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം അത് പൂർത്തീകരിക്കപ്പെട്ടു. അവരിപ്പോഴും നോക്കിയിരിക്കുക ഏലിയാവ് വരുമെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞത് ഇതുപോലെയാ, പലപ്പോഴും തെറ്റായിട്ടുള്ള ചിന്താഗതി വെച്ചുകൊണ്ട് നോക്കിയിരിക്കുന്ന പലരുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏലിയാവ് വന്നു, ഇനി ഏലിയാവ് വരത്തില്ല എന്നുള്ളത് ദൈവവചനത്തിൻ്റെ സത്യത്തിലാണ്, യേശു പറഞ്ഞതാണ്. അത് ഞാൻ പറയുന്നതല്ല, കർത്താവ് തന്നെ പറഞ്ഞതാണ്. ഏലിയാവ് വന്നു കഴിഞ്ഞു. അപ്പോൾ മലാഖയുടെ 4-ാമത്തെ 5-ാം വാക്യം വെച്ചാണ് ഈ പത്രോസൊക്കെ ചോദിച്ചത്. ഇവരൊക്കെ വചനം വായിച്ച് ഗ്രഹിച്ച് പഠിച്ചവരായിരുന്നു. അപ്പോൾ യോഹന്നാൻ പത്രോസിൻ്റെ ജീവിതം ഒരു മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നെങ്കിലും മീൻപിടുത്തക്കാരായിരുന്നെങ്കിലും നമ്മളൊരിക്കലും വിചാരിക്കരുത് ഇവരാരും ദൈവം കേൾക്കാത്തവരായിരുന്നു. അവർ പഴയ നിയമത്തിൽ വളരെയധികം ശുഷ്കാന്തിയോടെ വചനം വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അവരത് കേൾക്കുമായിരുന്നു. നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമായിരുന്നു. അവർ അന്നത്തെ പള്ളികളിൽ പോയി ഈ പറയുന്ന പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ പറയുന്നവർക്കൊരു പക്ഷേ അത് വലിയ വിശ്വാസം കാണത്തില്ല. അവർ ഔദ്യോഗിക നിലവാരം അവർ ജോലി ചെയ്തു പോവുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്നവർക്ക് ഇത് ഇന്നും നടക്കുന്ന സംഭവമാണ്. ഇന്ന് ഒരുപക്ഷെ പ്രസംഗിക്കുന്നവർക്ക് ഒരു ജോലി ചെയ്തു പോകുന്നവരായിട്ട് ചെയ്യുന്നവരുണ്ട്, സുവിശേഷം അറിയിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് അതൊരു ജോലിയായിട്ട് ചെയ്താൽ അതിൻ്റെ പ്രയോജനം ലഭിക്കത്തില്ല. അപ്പോൾ അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരുമൊക്കെ അവരെ ഏൽപ്പിച്ചൊരു ദൗത്യം പോലെ ഇത് വായിച്ച് അവരെ കേൾപ്പിക്കുമായിരുന്നു. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരുന്ന ഈ മത്സ്യത്തൊഴിലാളിയായിരിക്കുന്ന മീൻപിടുത്തക്കാരായിരിക്കുന്ന പത്രോസും യാക്കോബും ഒക്കെ അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. ഇന്നും ഇതൊക്കെ സംഭവിക്കുന്നത്. പ്രസംഗിക്കുന്നവർ ഒരുപക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകത്തില്ല. എന്നാൽ പ്രസംഗം കേൾക്കുന്നവർ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മളൊരു ദൗത്യം ചെയ്യുന്നവരായി തീരാതെ ഇത് എൻ്റെയും കൂടി ആവശ്യമാണ് എന്നുള്ള ബോധത്തോടെ വേണം നാം അത് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ജീവിക്കേണ്ടതും. ആർക്കും ഒഴിവാകാൻ പറ്റത്തില്ല. പഠിപ്പിക്കുന്നയാളും പഠിക്കുന്നയാളും അത് കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവരെയും ബാധിക്കുന്നതാണിത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്തെ പോലെ ഒരു പാരമ്പര്യം പോലെ ഇത് ആരെങ്കിലും വായിച്ച് കേൾപ്പിച്ച് അവർക്ക് കൊടുക്കാനുള്ളതല്ല. അവരത് ചെയ്തപ്പോൾ അവർക്കത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇവർ ചോദിച്ചത്. മലാഖയുടെ 4-ാമത്തെ 5-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അപ്പോൾ ഈ ലൂക്കോസ് 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഇത് പൂർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ചെറിയ ശുശ്രൂഷ അപ്പന്മാരുടെ മക്കളോടുമുള്ള ജഡത്തിലെ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്തെങ്കിൽ അകന്നുപോയ മനുഷ്യനെ പിതാവാൻ ദൈവത്തിൽ അടുപ്പിക്കുവാൻ പ്രവാചകന്മാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അകന്നുപോയ മനുഷ്യനെ, ഉൽപ്പത്തി പുസ്തകത്തിൽ അകന്നുപോയ മനുഷ്യനെ ആ ദൈവത്തോട് അടുപ്പിക്കുവാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ അവൻ്റെ മുൻപോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ അന്നത്തെ കാലത്ത് അവിടെ ഒരു സമാധാനമുള്ളൊരു അന്തരീക്ഷം, നിരപ്പുള്ള ശുശ്രൂഷ നടത്തി അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോട് നിരപ്പിച്ച് വചനം കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഒരുക്കി നിർത്തുവാനുള്ള ശുശ്രൂഷയാണ് ഈ പഴയ നിയമത്തിൻ്റെ പ്രവചനത്തിൻ്റെ അവസാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാന പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് വന്നു എന്നുള്ളത് കർത്താവ് അത് യോഹന്നാൻ സ്നാപകനായിരുന്നു. അതിലധികം തെളിവ് നിരത്തിൻ്റെ ആവശ്യമില്ല, എനിക്കറിയാം. അപ്പോൾ മലാഖയുടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏലിയാവ് കർത്താവ് പറഞ്ഞു വന്നു. അത് വന്നത് ഈ യോഹന്നാൻ സ്നാപകനായിരുന്നു. അവനോടൊന്ന് അവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു, തിരിച്ചറിവില്ലാതെ ചെയ്തു.
ഈ രാത്രിയിലും പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിവുള്ളവരായിരിക്കണം. ദൈവത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് കേട്ട് അതുപോലെ പോകാതെ അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി വചനത്തിൻ തെളിവിൽ നാം നിൽക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ഇതിനു മുമ്പായി യോഹന്നാൻ ശിരച്ഛേദം ചെയ്ത് അവൻ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അവൻ്റെ ഉടലെടുത്ത് ശിഷ്യന്മാർ അടക്കം ചെയ്തിട്ട് അവൻ്റെ ശിഷ്യന്മാരുടെ അടക്കം ചെയ്ത് യേശു സംസാരിച്ചിട്ടാണ് യേശുവോട് പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവോടെ ഉള്ളത് കൊണ്ടാണ് അവൻ്റെ ശരീരം ഉയർക്കുവാൻ ഒരു തടസ്സവും ഉണ്ടാകാതിരുന്നത്. അപ്പോൾ മീഖായേൽ അന്ന് മോശയുടെ ശരീരത്തെ അടക്കം ചെയ്തെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് യോഹന്നാനായിരുന്ന ഏലിയാവ്, അഥവാ ഏലിയാവ് നിഴലായി വന്നപ്പോൾ അവൻ നിഴലായിരുന്നു, യോഹന്നാൻ പൊരുളായി വന്നപ്പോൾ യോഹന്നാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാനും ഏലിയാവ് വന്നല്ലോ. ഏലിയാവ് വന്നപ്പോൾ എങ്ങനെയാണ് ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടത്? അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ പ്രത്യക്ഷപ്പെട്ടത്? അപ്പോൾ മോശയുടെ ശരീരത്തെ വാദിച്ച് അത് എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി അവൻ്റെ ജഡം ഈ രൂപാന്തരം വരാതിരിക്കാൻ വേണ്ടി, അവനെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി, തടസ്സപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവനെ ശാസിച്ച് മീഖായേൽ തന്നെ ആ സംസ്കാരം സൃഷ്ടിച്ചത്. ദൈവം അത് ചെയ്തത്. കാരണം അന്നേ പദ്ധതി ഇട്ടിരുന്നു, ഈ മറുമലയിൽ പ്രത്യക്ഷപ്പെടേണ്ടതാണ് മോശ എന്നുള്ളത്. അതുപോലെ തന്നെ ഏലിയാവായിരിക്കുന്ന നിഴലായി ഏലിയാവ് ലോകത്തിൽ യോഹന്നാൻ സ്നാപകനായി വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശിരച്ഛേദം ചെയ്ത് അവൻ്റെ ഉടല് എവിടെ ശിഷ്യന്മാർ അടക്കം ചെയ്തു, അവൻ്റെ ഉടൽ എവിടെയാണ് അടക്കിയെന്നുള്ളത് ആർക്കും അറിയത്തില്ല. കാരണം അത് ഹെരോദിയ അവള് താലത്തിൽ വാങ്ങുകയാണ് ചെയ്തത്. ഏതായാലും ഉടലും തലയും രണ്ടു തലയിൽ കൊണ്ടുപോയാലും അതേ ദിവസം വെച്ചുകൊണ്ടിരുന്നിട്ടില്ലല്ലോ. എവിടെ കൊണ്ടുപോയാലും അതിനെ ഉടലിനോട് യോജിപ്പിച്ച് വെളിയിൽ കൊണ്ടുവരാൻ കഴിവുള്ള ദൈവം അവനെ മറുമലയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും പ്രത്യക്ഷപ്പെട്ടു. മരിച്ചുപോയതിൽ യോഹന്നാൻ സ്നാപകനും അവൻ ഏലിയാവായിട്ടും ആദ്യത്തെ ന്യായപ്രമാണത്തിന് ആദ്യ പ്രവാചകനായിരിക്കുന്ന മോശയും ന്യായപ്രമാണത്തിന് അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാനും പ്രത്യക്ഷപ്പെട്ട് അവിടെ സംസാരിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാട് അവിടെ ഉണ്ടായി. അതിൽ സഭയുടെ തൂണുകളായിരിക്കുന്ന 3 പേരും, അങ്ങനെ 5 പേർ, ജീവനുള്ള 3 പേരും ക്രിസ്തുയേശു എന്ന സഭയുടെ തൂണും ദൈവരാജ്യത്തിൻ്റെ സ്ഥാപകനും എല്ലാറ്റിനും ആരംഭവും അവസാനമായവനും. പഴയ നിയമത്തിൻ്റെ അഥവാ ന്യായപ്രമാണത്തിൻ്റെ ആദ്യ അവസാന പ്രവാചകന്മാരും അവർ മരിച്ചു പോയിരുന്നവർ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ച് അവന് വരേണ്ട കഷ്ടങ്ങളെക്കുറിച്ചും പിൻവരുന്ന മഹിമയെക്കുറിച്ചും ഒക്കെയാണ് അവരെ അവിടെ സംസാരിപ്പാനായിട്ട് ഇടയാത്തുന്നത്. സകല പ്രവാചകന്മാരും പ്രവചിച്ചിരുന്നത് ക്രിസ്തുവിന് സംഭവിക്കാനുള്ള ആ കഷ്ടതയെക്കുറിച്ചും അത് മുഖാന്തരമായി ഉളവെടുക്കാൻ പോകുന്ന നിത്യരാജ്യത്തെക്കുറിച്ചും അതുപോലെ അവൻ മുഖാന്തരമായി ഉണ്ടാകുന്ന നിത്യരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ദൈവസഭയെക്കുറിച്ചുള്ള മർമ്മം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാട് അവിടെ മറുമലയിൽ കൊടുത്തപ്പോൾ അത് സ്ഥാപിതമാക്കി വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. അതാണ് അവർ കണ്ടത്. അതേക്കുറിച്ചാണ് അവർ പറഞ്ഞ 3 കുടിലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവര് മരിച്ചുപോയ 2 പേർ മോശയും ഏലിയാവ് ആയിരുന്ന യോഹന്നാൻ സ്നാപകനും അതുപോലെ സഭയുടെ തൂണുകളായിരിക്കുന്ന പത്രോസും യാക്കോബും യോഹന്നാനും ഇവർ 3 പേരും ജീവനോടിരുന്നവരാ. പക്ഷേ ഇവരും അന്ന് അവിടെ ആയിരുന്നപ്പോൾ ആത്മവിശുദ്ധയിൽ ഈ മരിച്ചുപോയ 2 പേരെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം അവർക്കുണ്ടാകുവാൻ ഇടയാക്കുന്നു. ഇത് മോശയാണെന്നും ഇത് ഏലിയാവാണെന്നും പറയത്തക്കവണ്ണം ഈ ശിഷ്യഗണങ്ങൾക്ക് അവർ 3 പേർക്കും മനസ്സിലാകാൻ കാരണം അവിടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചതുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ മുഖത്തിൻ്റെ രൂപഭാവം മാറി അത് സൂര്യനെ പോലെ പ്രകാശിപ്പിച്ചപ്പോൾ ആ പ്രകാശമാണ് ഈ 3 പേരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് അവർക്ക് ഭൂത വർത്തമാന ഭാവി കാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവിടെ പ്രകാശിപ്പിക്കപ്പെടാതെ. അല്ലാതെ പത്രോസ് അവിടെ എഴുന്നേറ്റ് എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല ചെയ്തത്. 3 കുടിലുണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ ഉറക്കത്തിന് എഴുന്നേറ്റ് വെറുതെ വിളിച്ചു പറയുക, അവൻ ദർശനമാണ് പറഞ്ഞത്. ഭൂത വർത്തമാന ഭാവി കാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പ്രസ്താവിച്ചത്. ഭൂതകാലത്തുണ്ടായിരുന്ന മോശയും യോഹന്നാൻ സ്നാപകനെയും അല്ലെങ്കിൽ ഏലിയാവിനെയും അവർക്ക് മനസ്സിലാകാൻ സാധിച്ചു. അതുപോലെ അപ്പോഴത്തെ അവസ്ഥയായിരിക്കുന്ന അവിടുത്തെ ആ സ്ഥിതിയെക്കുറിച്ച് അവർക്ക് മനസ്സിലാകാൻ സാധിച്ചു. പണിയപ്പെടാനുള്ള 3 കുടിലുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അവിടെ അവർക്ക് ലഭിപ്പാട്ടിടയാത്തുന്നു. അങ്ങനെ ഭൂത
വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അവിടെ ലഭിച്ചു. അപ്പോൾ ആ മറുമലയിൽ വെച്ച് യേശുണ്ടായ രൂപാന്തരത്തിന് ഇവർ 3 പേരാണ് ദൃക്സാക്ഷികളായി തീർന്നത്. അത് യോഹന്നാൻ എന്ന അപ്പോസ്തലൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് നാം കാണുന്നത്, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പത്രോസും യാക്കോബും അവർ സാക്ഷ്യം വഹിച്ചെങ്കിൽ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിലേക്ക് വരുമ്പോൾ അതിന് ഒരൊറ്റ ആൾ മാത്രമാണ് ശിഷ്യന്മാരിൽ ദൃക്സാക്ഷിയായി തീർന്നത്. അത് അപ്പോസ്തലനായ യോഹന്നാനാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ദൃക്സാക്ഷ്യം വഹിപ്പാൻ ദൈവം നിയോഗിച്ച് ആക്കിയ വ്യക്തിയായിരുന്നു യോഹന്നാൻ. അപ്പോസ്തലനായ യോഹന്നാനെയാണ് ദൈവം കണ്ടുവച്ചിരുന്നത്. എന്നാൽ സഖര്യാവിൻ്റെ പ്രവചനമനുസരിച്ച് ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചെതറിപ്പോകും എന്ന് സഖര്യാ പ്രവചിച്ച പ്രവചനം, സഖര്യാ പ്രവചനം 13-ാമത്തെയും 7-ാം വാക്യത്തിൽ നിവൃത്തീകരണമാണ് അന്ന് സംഭവിച്ചത്. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചെതറിപ്പോകും. അപ്പോൾ അങ്ങനെ എല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. യേശുവിനെ പിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. യോഹന്നാൻ അപ്പോസ്തലൻ ഉൾപ്പെടെ എല്ലാവരും വിട്ട് ഓടിപ്പോയി. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തിൽ നിവൃത്തിയാകാൻ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. മത്തായി 26:56. അപ്പോൾ എല്ലാവരും ഓടിപ്പോയെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ഓടിപ്പോയതാ, പത്രോസ് ഓടിപ്പോയതാ. അപ്പോൾ ആ പ്രവചനം നിവൃത്തീകരിച്ചു. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചെതറിപ്പോകുമെന്ന് പറഞ്ഞതുപോലെ യേശുവിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ശിഷ്യന്മാർ ചെതറി ഓടുവാൻ ഇടയാക്കുന്നു. അവരെല്ലാവരും ഓടിപ്പോയി. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ശിമോൻ പത്രോസും യോഹന്നാനും അപ്പോസ്തലനായ യോഹന്നാനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു എന്നുള്ളതിന് തെളിവാണ് യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഓടിപ്പോയ യോഹന്നാൻ എങ്ങനെയാണ് യേശുവിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഒരിടത്ത് ഓടിപ്പോയി, എല്ലാവരും ഓടിപ്പോയി എന്ന് പറയുമ്പോൾ ഇവിടെ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിന് യോഹന്നാൻ സാക്ഷ്യം വഹിച്ചു എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് തെളിയിക്കും എന്നുള്ളത് നമുക്ക് തെളിയിച്ചു പോകണം. അതിനുവേണ്ടി യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഓടിപ്പോയി. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായം അതിൻ്റെ 15 ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് കടന്നു. ഞാൻ അതിൻ്റെ വിശദത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഓടിപ്പോയ 12 ശിഷ്യന്മാർ അവനെ വിട്ട് ഓടിപ്പോയെങ്കിൽ എങ്ങനെ ക്രൂശിലെ യേശുവിൻ്റെ മരണത്തിന് യോഹന്നാൻ അപ്പോസ്തലൻ സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗമെടുത്ത് പഠിപ്പിക്കുന്നത്. കാരണം ഓടിപ്പോയി, എന്നാൽ ചെതറിപ്പോയതിൽ നിന്ന് യോഹന്നാന് മനസ്സിലായി അവന് പരിചയമുള്ളതാണ് മഹാപുരോഹിതൻ. അതുകൊണ്ട് അവന് മനസ്സിലായി അവൻ അനുഗമിച്ചാൽ അവന് കേടുപാടൊന്നും ഉണ്ടാകത്തില്ല, അവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പരിചയമുള്ളവനായതുകൊണ്ട് ആണ് മഹാപുരോഹിതന് ആ കാലത്തിലെ പരിചയമുള്ളവനായിരുന്നു യോഹന്നാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഓടിപ്പോയെങ്കിലും അവന് മനസ്സിൽ ചിന്ത വന്നു, എനിക്ക് പരിചയമുള്ളതാണല്ലോ ഈ മഹാപുരോഹിതൻ, അതുകൊണ്ട് അദ്ദേഹം അറിയാതെ അവനെ പിടിക്കത്തില്ല. അങ്ങനെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ അപ്പോസ്തലനായ യോഹന്നാൻ മടങ്ങി വന്നത്. ബാക്കിയുള്ളവർക്കും പരിചയമില്ല. പക്ഷേ അപ്പോസ്തലനായ യോഹന്നാൻ മഹാപുരോഹിതന് പരിചയമുള്ളവനായതുകൊണ്ട് ഈ യോഹന്നാൻ പോകുന്ന കണ്ടപ്പോൾ പത്രോസും കൂടെ ചെന്നു. അങ്ങനെയാണ് അവിടെ രണ്ടും ഒരുമിച്ച് വന്നത്. അത് അവിടെ പറയുമ്പോൾ യോഹന്നാൻ പറഞ്ഞിട്ടാണ് പത്രോസിനെ അവിടെ അകത്ത് കയറ്റിയിരുന്നത്. കാരണം പത്രോസ് ഓടിപ്പോകാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, നീ എന്നെ ഇന്ന് കോഴി 2 പ്രാവശ്യം കൂന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രോസ് അങ്ങനെ ഓടിപ്പോയി എവിടെയും വിളിക്കാൻ പറ്റത്തില്ല. അവനോട് പറഞ്ഞ കാര്യം അത് ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് കാരണം ഈ യോഹന്നാൻ അപ്പോസ്തലൻ ക്രൂശിൻ്റെ അവിടെ വരണം, ദൃക്സാക്ഷിയായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലനെ ദൈവം അവിടേക്ക് നയിക്കുന്നത്. എന്നാൽ പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പായി 2 വട്ടം കൂകുന്നതിന് മുമ്പായി നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയെന്നുള്ള കാര്യം നിവൃത്തിയിരിക്കണമെങ്കിൽ ഈ പത്രോസ് ഓടിപ്പോയി എവിടെയെങ്കിലും ഒളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം നടക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടെ കൊണ്ടുവന്നത്. കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യം അതുപോലെ തന്നെ നിവൃത്തിയിരിക്കപ്പെടും. നീ എവിടെ ഓടിയാലും നിന്നെ നടത്തേണ്ട വഴിക്ക് ദൈവം കൊണ്ടുവരും. ദൈവം പറഞ്ഞോ, അതുപോലെ തന്നെ സംഭവിക്കും, മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ടാണ് പത്രോസ്
ഓടിപ്പോയപ്പോൾ യോഹന്നാൻ പോകുന്നത് കണ്ട് അവൻ്റെ പിന്നാലെ പോയത്. പരിചയമുള്ളത് കൊണ്ട്, മഹാപുരോഹിതൻ്റെ പരിചയമായതുകൊണ്ട്, വാതിൽക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലന് നടുമുറ്റത്ത് കയറുന്നതിനോ മഹാപുരോഹിതൻ്റെ ആസ്ഥാനത്തിൽ ഉള്ളതിനൊന്നും പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഈ പത്രോസിന് പരിചയമില്ല. എന്നാൽ യോഹന്നാന് പരിചയമുള്ളതുകൊണ്ട് അവൻ ശുപാർശ ചെയ്തിട്ടാണ് പത്രോസിനെ അകത്ത് കയറ്റിയത്. അവൻ അവിടെ അകത്ത് കയറി. നമുക്കറിയാം, അവൻ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ഇവൻ പുറത്തുപോയി എന്നാണ് പറയുന്നത്. മത്തായി സുവിശേഷം 26-75 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ അതിദുഃഖത്തോടെ കരഞ്ഞ് പുറത്തുപോയി കരയുവാനിടയായിട്ട് വന്നു. അതോടുകൂടി പത്രോസ് പിന്നീട് യേശുവിനെ അനുഗമിച്ചില്ല. എന്നാൽ യോഹന്നാന് പരിചയമായതുകൊണ്ട് യേശുവിൻ്റെ സകല കാര്യങ്ങളും ഈ മഹാപുരോഹിതന്മാരുടെ വീട്ടിൽ നിന്ന് അവനെ അന്നത്തെ പീലാത്തോസ് മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ കൊണ്ടുപോകുമ്പോഴെല്ലാം അവരെ അനുധാവനം ചെയ്യുവാനായിട്ട് ഈ യോഹന്നാൻ അപ്പോസ്തലന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാനാണ് യേശുവിൻ്റെ മരണത്തിന് ദൃക്സാക്ഷിയായി തീരാനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ അതെങ്ങനെയാണ് അത് സംഭവിച്ചെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ യോഹന്നാൻ അപ്പോസ്തലൻ ക്രൂശിങ്കൽ വന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടിപ്പോയില്ലേ, ചെതറിപ്പോയില്ലേ, പിന്നെ എങ്ങനെയാണ് യോഹന്നാൻ അവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. എങ്ങനെയാണ് പത്രോസ് അത് തള്ളിപ്പറഞ്ഞെന്ന് പറയുമ്പോൾ അതിനുള്ള വചന തെളിവുകളുണ്ട്. അപ്പോൾ വചനത്തിൻ്റെ തെളിവിനനുസരിച്ച് ചെതറിപ്പോയ ശിഷ്യന്മാരിൽ പത്രോസും യോഹന്നാനും എങ്ങനെ ഈ മഹാപുരോഹിതൻ്റെ അവരുടെ വീട്ടുമുറ്റത്ത് വന്നെന്നുള്ളതും, എങ്ങനെയാണ് പത്രോസ് അവിടുന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ് വെളിയിൽ പോയെന്നുള്ളതും മനസ്സിലാക്കി. എന്നാൽ യോഹന്നാൻ വെളിയിൽ പോയില്ല. അവൻ യേശുവിനെ പോയതിൻ്റെ പിന്നാലെ അവരോടൊപ്പം അവനും ഉണ്ടായിരുന്നു. കാരണം ഇതിനെ മുഴുവനും ദൃക്സാക്ഷിയായി എന്താണ് അവന് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൻ പിന്നാലെ പോയി. അത് ദൈവ നിവൃത്തികരണത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിൻ്റെ മരണത്തിന് ക്രൂശീകരണത്തിലേക്ക് അവിടെ എത്തുവാൻ ഇടയായിട്ടുന്നത്. യോഹന്നാൻ സുവിശേഷം 19:29-37 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാ അവൻ്റെ കാലൊടിച്ചില്ല. എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഇതേക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ പഠനത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ പോലെ എന്താണ് രക്തം, എന്താണ് വെള്ളം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനത്തെ ആസ്പദമാക്കി രക്തത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും സാക്ഷ്യം പറഞ്ഞതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം, മൂവരുടെ സാക്ഷ്യം ഒന്നാകുന്നു. അപ്പോൾ ആത്മാവാം ദൈവത്തിൻ്റെ, പിതാവാം ദൈവത്തിൻ്റെ സാക്ഷ്യം, വെള്ളമാകുന്നത് വചനമാകുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യം, രക്തം പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമാണ്. ഈ 3 പേരുടെ സാക്ഷ്യം ഒന്നാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് രക്തവും വെള്ളവും ഒഴുകി. ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. രക്തവും വെള്ളവും ഒഴുകിയത് ജീവനായിരിക്കുന്ന വചനമാകുന്ന ക്രിസ്തുവിനെയും ജീവനാകുന്ന പരിശുദ്ധാത്മാവിനെയും വെളിപ്പെടുത്തിയാണ് രക്തവും വെള്ളവും ഒഴുകിയതിനെ കുറിച്ചെന്നുള്ളത് അന്ന് പഠിപ്പിച്ചത് ഓർത്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ ഒന്ന് ഓർപ്പിക്കുമ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വാസം. അതുകൊണ്ടാണെന്ന് യോഹന്നാൻ 3-ാമത്തെ സാക്ഷ്യം പറയുന്ന മൂവരുടെ സാക്ഷ്യം ഒന്നാകുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. രക്തവും വെള്ളവും കണ്ടപ്പോൾ സാക്ഷ്യം പറഞ്ഞു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു പറഞ്ഞാൽ ക്രിസ്തുവേശുണ്ടായിരുന്ന വചനമായി അവൻ്റെ ശരീരത്തിൽ, വചനമാകുന്ന ശരീരത്തിൽ ഉണ്ടായിരുന്ന, അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന വചനം, ആലോചനയാകുന്ന വചനം, അവൻ്റെ ഗാംഭീര്യമായ വചനം, ലാസനെ ഉയർപ്പിച്ച വചനം, അതിൻ്റെ അവസാന തുള്ളി അവനിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ജീവനായിരിക്കുന്ന ക്രിസ്തു, അതെ, അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന പുണ്യാക രക്തത്തിൻ്റെ അവസാന തുള്ളി ഒഴുകുന്നത് കാണുവാനുള്ള ഭാഗ്യം അതേ മഹാനിയോഗമാണ് അപ്പോസ്തലനായ യോഹന്നാനുണ്ടായത്. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് യോഹന്നാൻ കണ്ടു. സകല നിവൃത്തിയായിട്ട് പിതാവെ തൃക്കൈയിലേക്ക് എൻ്റെ പ്രാണനെ, ആത്മാവിനെ ഏൽപ്പിക്കുന്ന പറഞ്ഞപ്പോൾ അവനിലുണ്ടായിരുന്ന വചനവും രക്തവും കൂടി വെളിപ്പെടണമായിരുന്നു, ജീവനും വെളിപ്പെടണമായിരുന്നു. അവനിലുണ്ടായിരുന്ന അവസാന തുള്ളി രക്തം, ഹൃദയത്തിൻ്റെ
ഞാൻ വിചാരിക്കുന്ന ഹൃദയത്തിലേക്കാണ് ആ കുത്തു കൊണ്ടെന്നാണ് ചരിത്രകാരം പറയും. എനിക്കതേക്കുറിച്ച് അറിയത്തില്ല. എന്നാൽ ഏതായാലും ഹൃദയത്തിലുണ്ടായിരുന്ന അവസാന ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ഏറ്റവും കുറഞ്ഞ രക്തം ഹൃദയത്തിൻ്റെ അകത്ത് കാണുമെന്നാണ് പറയുന്നത്. അതാണ് കുത്തിത്തുളയ്ക്കപ്പെട്ടത്. ഹൃദയത്തിലുണ്ടായിരുന്ന അവസാന തുള്ളി രക്തം വരെ മനുഷ്യപാപത്തിന് വേണ്ടി ഊറ്റപ്പെട്ടത്. അത് വെള്ളം കൂടി ഉൾപ്പെട്ടപ്പോൾ വചനത്തെ കൂടി വെളിപ്പെടുത്തി യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്നുള്ള സാക്ഷീകരണമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യമാകും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന്, അവൻ കുത്തിത്തുളയ്ക്കപ്പെട്ടതിന് സാക്ഷ്യം അവൻ രേഖപ്പെടുത്തി. ഈ യോഹന്നാൻ പോയി പറഞ്ഞിട്ടാണ് മറ്റു ശിഷ്യന്മാർക്ക് മനസ്സിലായത്, ഇങ്ങനെ യേശുവിനെ കുത്തിത്തുളച്ചു കൊട്ടോ. അവസാനമായിരിക്കുന്ന ഒരു പടയാളി അവൻ്റെ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ഞാൻ കണ്ടതാണ്, അവൻ പ്രാണനെ പിതാവാൻ ദൈവത്തിന് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത ശേഷമായി ആ ഒരു പടയാളി വന്ന് അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവൻ്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നത് ഞാൻ കണ്ടതാ. ഇത് രാത്രിയിൽ ഈ വചന സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രൂശിലെ ദർശനത്തിലേക്ക് നോക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ഉത്ഥാനത്തിന് വേണ്ടി, നമ്മെ നരകാഗ്നിയിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടി, നമ്മെ തേജസ്സിൻ്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടി, നമ്മെ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി അവൻ പിടഞ്ഞ് മരിച്ച് അവൻ സ്വന്തം തൗളിലേക്ക് തലചായ്ച്ച് പിതാവാം ദൈവത്തിലേക്ക് അവൻ്റെ ആത്മാവിനെ നിവൃത്തിയായെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തിരിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അവസാന തുള്ളി രക്തവും വെള്ളവും ഇത് ഒഴുകി വെളിയിൽ വന്നതോടുകൂടി അത് കാണാൻ സാധിക്കുന്നത് നമ്മളെ വിടിവിക്കാൻ വേണ്ടിയാ, നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാ, നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയാ, നമുക്ക് നിത്യ നൽകാൻ വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, എത്രയോ ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യമാണ് യോഹന്നാൻ കണ്ടത്. മനുഷ്യപാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാ ക്രിസ്തുവിൻ്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് ഊറ്റപ്പെട്ടത്? അതെ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാ, സർവ്വലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മളുമേ വ്യാപരിക്കുന്നുണ്ട്. ആ രക്തത്തിൻ്റെ ശക്തിയാൽ വിലയ്ക്ക് വാങ്ങപ്പെടുന്ന ദൈവജനത്തെ ആർക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. അന്നവൻ്റെ ശരീരം ക്രൂശന്മേൽ കിടന്നപ്പോൾ അതിൽ നിന്ന് ആത്മാവ് പിതാവാൻ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കരയേറിപ്പോയിരുന്നു. അവനുണ്ടായിരുന്ന അവസാനത്തുള്ള രക്തം വരെ മനുഷ്യപാപത്തിന് വേണ്ടി ചൊരിയപ്പെട്ടു. അവനുണ്ടായിരുന്ന വചനം, ആലോചനയുടെ അത് മുഴുവനും അത് പൂർത്തീകരിക്കപ്പെട്ടു. അവസാനത്തുള്ളി രക്തവും വെള്ളവും അവനിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യപാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, മനുഷ്യനെ ഉയർത്തുവാൻ വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുയേശുവിൻ്റെ പ്രവൃത്തി തികച്ച് പോയത് അവൻ്റെ ആരോപണത്തിനുള്ള സമയമായതുകൊണ്ടാണ്. അവൻ്റെ ആരോപണത്തിനുള്ള കാലം തികയുവാൻ വേണ്ടിയായപ്പോഴാണ് യേശു മരിക്കുവാൻ ഇടയാറ്റുന്നത്. അവൻ്റെ ആരോപണം തികയാറായെങ്കിൽ, തികഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ, അവൻ കഷ്ടം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗാസുഖത്തിലേക്ക് കടന്നുപോയെങ്കിൽ, പ്രിയപ്പെട്ടവരവന് വേണ്ടി കഷ്ടം സഹിക്കുന്ന നമ്മുടെയും ആരോപണത്തിലുള്ള കാലം തികയാറായിക്കൊണ്ടിരിക്കുക. അതായത് നാമും എടുക്കപ്പെടുവാനുള്ള, ആരോപണം ചെയ്യാനുള്ള, സ്വർഗാസുഖത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആരോപണത്തിലുള്ള സമയമാണ് ഈ ദിവസങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവ സമയബന്ധിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും സഭയോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കപ്പെടും. സഭയുടെ അടിസ്ഥാനക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലും അത് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ള സന്ദേശം കൂടി ഞാൻ ഈ സമയത്ത് ഇതിനോടുള്ള ബന്ധത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന് സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിൻ്റെ ആലോചന സംഭവിക്കണം എന്നുള്ള ദൈവികാലോചന നിവർത്തിയിരിക്കപ്പെട്ടതിന് സാക്ഷ്യം അവൻ്റെ വാക്കുകളാണ് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ 19-ാം അധ്യായം 28-37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവത്തിനാണ് യോഹന്നാൻ അന്ന് ദൃക്സാക്ഷിയായത്. അത് മനുഷ്യവംശത്തിന് വേണ്ടി കുഞ്ഞാട് അറക്കപ്പെടുമെന്നുള്ളതും അവൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങുമെന്നുള്ള അനാദിയിലെ ആ വചനപ്രകാരമുള്ള പൂർത്തീകരണമാണ് സാക്ഷ്യം വഹിപ്പാൻ അപ്പോസ്തലനായ യോഹന്നാൻ്റെ കണ്ണുകൾക്ക് ദൈവം അതിനുള്ള നിയോഗം കൊടുത്തിരുന്നു. അവനത് രേഖപ്പെടുത്തുവാനിടയായിരുന്നു. അപ്പോൾ ഇത് കർത്താവ് അവരോട് പറഞ്ഞിരുന്നു. തൻ്റെ ശരീരയാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രസംഗിക്കാനുള്ള ബന്ധത്തിൽ മത്തായി 26-29 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു. അപ്പോൾ അവൻ കണ്ടത്
പുതിയ നിയമത്തിന് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ അവസാന തുള്ളി രക്തം വരെ എഴുതി അത് പുതിയ നിയമം രചിക്കപ്പെട്ടു എന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ കാണുന്നത്. ഗെത്സമനയിൽ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ അവൻ്റെ വിയർപ്പ് തുള്ളി രക്തത്തുള്ളികളായി ഒഴുകുവാൻ തുടങ്ങി. അന്ന് പുതിയ നിയമത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുവാൻ തുടങ്ങി. ആ പുതിയ നിയമത്തിൻ്റെ ചരിത്രം, മനുഷ്യപാപത്തിൻ്റെ പരിഹാരത്തിനുള്ള ചരിത്രം പൂർത്തീകരിക്കപ്പെടുന്നത് ഈ അവസാന തുള്ളി രക്തം വരെ ഒഴുകപ്പെട്ടപ്പോൾ അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി തരുവാനിടയായി തീർന്നു. അതെ, അവൻ്റെ ശരീരമാണ് നമുക്ക് ശരീരമായി തന്ന അവൻ്റെ രക്തം നമുക്ക് വേണ്ടി പുതിയ രക്തമായി ചൊരിയപ്പെടാൻ തീർന്നു. ഇതെല്ലാം പിന്നീടാണ് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെട്ടത്. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയിൽ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് അവൻ്റെ ശരീരം തകർക്കപ്പെടുവാനിടയാക്കുന്നത്. പ്രാണനാകുന്ന ജീവരക്തം മുഴുവനും ക്രൂശിച്ചെറിഞ്ഞുകൊണ്ട് രചിക്കപ്പെട്ട പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിനാണ് യോഹന്നാൻ അന്ന് സാക്ഷിയായത്. പുതിയ നിയമത്തിൻ്റെ ആരംഭം കുറിച്ചു. അതുവരെ മോശയുടെ പ്രമാണത്തിൽ ആടുകളെ കൊന്നിട്ടാണ്, രക്തം തെളിച്ചാണ് പ്രമാണം രേഖപ്പെടുത്തിയിരുന്നത്. അതിന് നിലനിന്നിരുന്നത് രക്തം തെളിച്ചവരെ അവരോട് നിയമം ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശു രക്തത്താൽ തളിക്കപ്പെട്ടവരായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും കുഞ്ഞാടിൻ്റെ രക്തത്തിന് തളിപ്പുണ്ടായിട്ടില്ലെങ്കിൽ, വിശുദ്ധനുണ്ടായിട്ടില്ലെന്ന് ആ രക്തം കൊണ്ട് മതിവിസ്തരത്തിൽ കടന്നുപോയിട്ട് പുരോഹിതൻ കൊണ്ടുവന്ന് തളിക്കുമായിരുന്നു ഇവരെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്നത് നാം അവന് വേണ്ടി വിശുദ്ധന്മാരായി വേർതിരിക്കപ്പെട്ടതുകൊണ്ട്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് കുളിച്ചവരായി, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കുളിക്കപ്പെട്ടവരായി, പൂർണ്ണമായും ശുദ്ധമാക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നതിനെ ഓർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. അതിന് സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയായിരുന്നു അവൻ എന്നുള്ളത് വെളിപ്പെടുത്തുമ്പോൾ അവനെ മരിച്ചു എന്നുള്ളതിന് ശേഷമായി നമ്മൾ ചിന്തിച്ചു, അതിന് ദൃക്സാക്ഷിയായി തീർന്ന് യേശു ദൈവപുത്രനാണെന്ന് ഉറക്കെ പ്രസ്താവിപ്പാൻ വേണ്ടി ജാതികളെന്ന് ഒരുവനെ അവിടെ വെച്ചിരുന്നത് കൊർന്നേല്യോസായിരുന്നു. അവനാണ് ജാതികളിൽ നിന്നുള്ള ഒന്നാമനായി ദൈവസഭയോട് ചേരുവാനിടയാത്തുന്നത്. അതേക്കുറിച്ച് നാം സവിസ്തരം ചിന്തിച്ചതാണ്. കൊർന്നേല്യോസ് എന്ന ശതാധിപൻ അത് ക്രിസ്തുവിൻ്റെ മരണത്തിന് അവൻ ദൃക്സാക്ഷിയായിരുന്നു. അവൻ അന്ന് അവിടെ വിളിച്ചു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു സത്യമെന്ന്. അന്ന് ആ സാക്ഷ്യം പ്രസ്താവിച്ചവനെയാണ്, അവൻ്റെ മേലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകമായി ജാതികളോടുള്ള ബന്ധത്തിൽ, നമ്മളോടുള്ള ബന്ധത്തിൽ പകരപ്പെടുവാനിടയാത്തുന്നത്. അന്ന് 10 ദിവസം മുമ്പിൽ കാണിച്ചു കൊടുത്ത തുപ്പട്ടിയിലെ നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശത്തിലെ പറവജാതികളെയും കാണിച്ചപ്പോൾ ഭൂമിയിലുള്ള സകല ഭൂഖണ്ഡങ്ങളിലുമുള്ള ജാതികളിൽപ്പെട്ട സകല മനുഷ്യരെ അതിൽ കാണിക്കുകയാണ്. നാൽക്കാലികളായിട്ടുള്ളവരുണ്ട്, ഇഴജന്തുക്കളായിട്ടുള്ളവരുണ്ട്, അതുപോലെ ആകാശത്തിലെ പറവജാതികളെപ്പോലുള്ളവരുണ്ട്. ഇവരെല്ലാം കാണിച്ചു കൊടുത്തത് സകല ജാതികളെന്നുമുള്ളവരെ ദൈവത്തിൻ്റെ സഭയുടെ അംഗങ്ങളായി തീരുമെന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാമത്തെ വ്യക്തിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദിയിൽ മർക്കോസിൻ്റെ മാളികയിൽ ഇറങ്ങിയതുപോലെ അതേ ആത്മാഭിഷേകം അവരുടെ മേൽ പകരപ്പെട്ട് അവർ ദൈവസഭയുടെ അംഗമായി തീർന്നതിനെക്കുറിച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിച്ച യോഹന്നാൻ അപ്പോസ്തലൻ പുതിയ നിയമചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ, അവൻ സുവിശേഷത്തിൽ അത് ഘോഷിക്കപ്പെട്ടപ്പോൾ, സഖറിയാവിൻ്റെ പ്രവചനത്തിൽ അത് പൂർത്തീകരിക്കപ്പെട്ട കാര്യങ്ങളെ രേഖപ്പെടുത്തിയപ്പോൾ, അവൻ കുത്തിത്തുളയ്ക്കപ്പെടുമെന്നുള്ളത് അന്ന് രേഖപ്പെടുത്തിയ പ്രവാചകന് അത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്നാൽ അത് തുളയ്ക്കപ്പെട്ടത് അതുപോലെ സംഭവിച്ചത് കാണുവാൻ കണ്ടിട്ട് അതിൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്തിയ യോഹന്നാൻ അത് രേഖപ്പെടുത്തി വെച്ചു. നമുക്കറിയാം, ആ കുത്തിത്തുളയ്ക്കപ്പെട്ടവർ അവനെ കാണും. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അത് സംഭവിക്കും. അവനെ കുത്തിത്തുളച്ചവർ ഏവരും അവനെ കാണും. ഉവ്വ് ആമേൻ എന്ന് നമ്മൾ വെളിപ്പാട് 1-7 പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പഠിപ്പിച്ചപ്പോൾ അതിന് 2 ഭാഗമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രവചനത്തിൻ്റെ 2 ഭാഗം: 1 അവൻ കുത്തിത്തുളയ്ക്കപ്പെടണമെന്നുള്ളത്, 2 അവനെ കുത്തിത്തുളയ്ക്കപ്പെട്ടവനെ കാണുമെന്നുള്ളത്. എന്നാൽ ഈ കുത്തിത്തുളയ്ക്കപ്പെട്ടവർ കാണുവാനുള്ള സമയം അതിവിദൂരമല്ലാത്ത സമയത്ത് സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ യേശു ക്രിസ്തു മരിച്ചു, അവൻ്റെ ശരീരം അടക്കപ്പെട്ടതിനെക്കുറിച്ച് നമുക്കറിയാം. ക്രിസ്തുവിനെ വേണ്ടതായിട്ടുള്ള അന്നത്തെ യഹൂദ പാരമ്പര്യപ്രകാരമുള്ള മാന്യമായ അതിശ്രേഷ്ഠമേറിയ ഒരു ശവസ്കാര ശുശ്രൂഷയാണ് കർത്താവിന് അവിടെ ലയിപ്പാനിടയാത്തതെന്ന്. ഒരു മരണത്തിന് മുമ്പായി തന്നെ അരിമത്യയിലെ ജോസഫിനെയും നിക്കോദോമസിനെയും ദൈവം ഒരുക്കിയിരുന്നു. അതേക്കുറിച്ച് നമുക്കറിയാം. യേശുവിൻ്റെ ശവസ്കാര ശുശ്രൂഷയിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ക്രൂശിൽ മരിക്കുന്ന അവരെ ഇട്ടിട്ട് പോവുകയുള്ളൂ.
മരിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പടയാളികളെല്ലാം അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവിടെ വന്നവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവരാരും ക്രൂശിൽ നിന്ന് ആ ശരീരം ഇറക്കാൻ പോകത്തില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അവർ അവർ തള്ളപ്പെട്ടവരാണ്, ആരുമില്ലാത്തവരാണ്, കുറ്റവാളികളാണ്. അവിടെ ശരീരത്തിന് വേണ്ടി ആരും തന്നെ ക്ലെയിം ചെയ്യുവാൻ അവിടെ ചെല്ലത്തില്ല. എന്നാൽ വേണമെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ക്രൂശിക്കുന്നവരെ അവൻ്റെ ശരീരം ഏറ്റുകൊള്ളാൻ വേണ്ടി ആരും പോകത്തില്ല. നമുക്കറിയാമല്ലോ, പല മെഡിക്കൽ കോളേജിലൊക്കെ അനാഥമായിരിക്കുന്ന പ്രേതങ്ങൾ അവിടെ കിടക്കാറുണ്ട്. അതിനാരും ചെല്ലാതിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ അടുത്ത് മറവ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ, ഇങ്ങനെ ആരുമില്ലാത്ത അനാഥനായിരിക്കുന്ന ഒരുവനായി എല്ലാവരും തള്ളപ്പെട്ടു പോയെങ്കിൽ, യേശുവിനെ എല്ലാവരും കൈവിടപ്പെട്ടു പോയെങ്കിൽ, ആരും അവനവിടെ ഇല്ലാതാകുകയല്ല ദൈവം ചെയ്തത്. അവനെ അനാഥത്വം ഉണ്ടാകാതിരിക്കുവാൻ, മരണത്തിൽ സമ്പന്നനായി തീരുവാൻ വേണ്ടി ദൈവം സ്വർഗം അവന് വേണ്ടി ഒരുക്കപ്പെട്ട പുതിയൊരു കല്ലറ വെട്ടിച്ചിരുന്നു. അരിമത്യയിലെ യോസഫ് ഒരു കല്ലറ വെട്ടിച്ചിരുന്നു. അതുപോലെ അവൻ്റെ സംസ്കാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി അവരെ ദൈവം നിയോഗിച്ചു. വന്ന് യേശുവിൻ ശരീരം ചോദിച്ചു. അതിനെ കാണിക്കുന്നത് അവൻ അന്യാധീനപ്പെട്ടു പോകാൻ, അവൻ തള്ളപ്പെട്ടു പോകുവാൻ, അവർ ഒറ്റപ്പെട്ടു പോകാനിടയാകാതെ. റോമൻ ഗവൺമെൻറ്റിന് അവിടെ ആവശ്യമില്ല അവൻ ശരീരം അടക്കാനായിട്ട്. അതുപോലെ തന്നെ യഹൂദന്മാർക്കും ഒരു ആവശ്യമില്ല. അപ്പം അങ്ങനെ ശരീരം അവിടെ ഇരിക്കരുതെന്നുള്ള വ്യവസ്ഥ അവർ കൊണ്ടുവന്നു. അങ്ങനെ ഒരു നിയമം അന്ന് വലിയ ഒരു ശബത്തായതുകൊണ്ട്, അങ്ങനെ ഒരു നിയമം കൂടിയുള്ള യഹൂദനായതുകൊണ്ട് ആ ശരീരം ഇറക്കണമെന്നുള്ളത് നിയമമായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അവൻ്റെ കാലൊടിച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ടായിരുന്നു. കാരണം യഹൂദനായതുകൊണ്ട് ആ പ്രമാണമനുസരിച്ച് ശരീരം അവിടെ കിടക്കാൻ പാടില്ല. അല്ലെങ്കിൽ സാധാരണഗതിയിൽ അത് അന്യാധീനപ്പെട്ടു പോയിടുന്നാൽ. ഏതായാലും യഹൂദന്മാരുടെ മര്യാദ പ്രകാരമുള്ള ശവസ്കാരം യേശുവിന് അവിടെ ലഭിക്കാനിടയാത്തുന്നവൻ മരണത്തിൽ സമ്പന്നന്മാരുടെ കൂടി. ജനനത്തിൽ യേശു ദരിദ്രനായിരുന്നു, മരണത്തിൽ അവൻ സമ്പന്നനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജനിക്കുമ്പോൾ നമ്മൾ ദരിദ്രാവസ്ഥയിലാണ്. എന്നാൽ മരണത്തെങ്കിൽ സമ്പന്നരാകണം. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് ഒന്നും കാണത്തില്ലായിരിക്കാം. നമുക്ക് മരിക്കുമ്പോൾ ആത്മീയ സമ്പന്നതയോടെ വേണം മരിക്കുവാനായിട്ട്. സമ്പന്നനായിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന് ലോകത്തിൽ വന്ന് ജനിച്ചു. എന്നാൽ മരണത്തിൽ അവൻ രാജാക്കന്മാരുടെ കൂടെയായിരുന്നു. അവന് വേണ്ട എല്ലാ പദവികളോടു കൂടിയാണ് അവനെ അടക്കപ്പെടുവാനിടയായി തീർന്നത്. അപ്പോൾ യേശുവിന് ശവസംസ്കാരം നടത്തി കല്ല് ഉരുട്ടി വെച്ച് അവർ മടങ്ങിപ്പോയി. എന്നാൽ റോമൻ ഗവൺമെൻറ് വന്ന് മഹാപുരോഹിതൻ്റെയും മറ്റുള്ളവരുടെയും നിർബന്ധപ്രകാരം അതിനെ മുദ്രവെച്ചു. അത് തുറക്കാതിരിക്കാൻ വേണ്ടി കാവൽ ഏർപ്പെടുത്തിയിട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ ശവസ്കാര സൂക്ഷ്മബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അവൻ പുനരുത്ഥാനം ചെയ്തു 3-ാം ദിവസം. അതേക്കുറിച്ച് സവിസ്തരമായി 4 സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതാകും വണ്ണം ഇതിനു മുമ്പ് ഞാൻ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാനിന്ന് അതിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ 12 സന്ദർഭങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി എന്താണ് സംഭവിച്ചതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശിഷ്യന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും സാക്ഷികളായി എന്നുള്ള ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 41-ാം വാക്യത്തിൽ അതിൽ അവർ സാക്ഷി പറയുകയാണ്. അവനെ അവർ മരത്തിൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെടുത്തി എഴുന്നേറ്റ ശേഷം വന്ന് സമാധാനം പറഞ്ഞ് പോകുകയല്ല ചെയ്തത്. 40 ദിവസത്തോളം ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടോട് തിന്നു കുടിച്ചു എന്നാണ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് പ്രത്യക്ഷമാക്കി തന്നു ഞാൻ ജീവനോടുണ്ടെന്നുള്ളത്. 40 ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് കർത്താവരോട് തിന്നുകുടിച്ച് താൻ ജീവനോടിരിക്കുന്നെന്ന് തെളിവാക്കി കൊടുക്കുവാൻ ഇടയായി തന്നു. അപ്പോൾ യേശു പുനരുത്ഥാനം പ്രാപിച്ചു എന്നുള്ളതിന് യാതൊരുവിധമായ സംശയങ്ങളുമില്ല. അതിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ശിക്ഷഗണത്തിൽപ്പെട്ട അവനോടുകൂടെ അവർ പറയാണ്, ഞങ്ങൾ അവനോടുകൂടെ തിന്നുകുടിച്ചവരാണ്. നമുക്കറിയാം, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച ശേഷം യേശു പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. കാരണം മരിച്ചു കിടന്നതല്ലേ, മരിച്ചു പോയതാണ്, എല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ്. എഴുന്നേൽപ്പിച്ച കർത്താവ് പറഞ്ഞത് അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ പറഞ്ഞു, തെളിവാക്കി കൊടുത്തു. യോഹന്നാൻ കർത്താവിൻ്റെ ലാസർ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവനോടുകൂടെ പന്തിയിലിരുന്ന് വെളിപ്പെടുത്തി കൊടുത്തു
അവൻ പുനരുത്ഥാനം പ്രാപിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുള്ളൂ. അവരൊക്കെ ശരീരത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ യേശു ക്രിസ്തു അവരോടുകൂടെ തിന്നുകുടിച്ച് പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തിൽ അവർക്ക് പ്രത്യക്ഷമായവരോട് തിന്നുകുടിച്ചു എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ അവനോട് സദൃശന്മാരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ മരണാനന്തരവും തിന്നുകുടിപ്പാനുള്ള ഭാഗം ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അത് നമുക്ക് ലഭിക്കും. ഇവിടം കൊണ്ട് തീർന്നു പോകത്തില്ല. ഇവിടം കൊണ്ട് ഭക്ഷണം കഴിച്ച് തീർന്നു പോകത്തില്ല. മരിച്ചു കഴിഞ്ഞാലും വീണ്ടും ഭക്ഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. ആയിരമാണ്ട് വാഴ്ചയിലൊക്കെ എന്നോടുകൂടെ നാം രാജകീയ പന്തിഭോജനം തിരിക്കേണ്ടവരാണ്. കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ നമ്മൾ മണവാട്ടിയായ ശേഷം ആ പന്തിഭോജിക്കും. അങ്ങനെ അതിനുള്ള ഒക്കെ ഉണ്ടെന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ തെളിവാണ് ക്രിസ്തുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളോടുകൂടെ അവൻ മരിച്ചവന് ഉയർത്തിയതിനു ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനായി. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് അവർ ദൃക്സാക്ഷികളായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. യേശു മാത്രമാണ് മരണത്തെ ജയിച്ച് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. അപ്പം ലാസർ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. പക്ഷേ ലാസർ വീണ്ടും മരിച്ചു. യായിറോസിൻ്റെ മകളെ അതുപോലെ ആരെല്ലാം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റോ അവർക്കൊന്നും പുനരുത്ഥാനത്തിൻ്റെ ശരീരമല്ല ലഭിച്ചത്. അവർക്ക് വീണ്ടും മരിച്ചു. എന്നാൽ യേശു മാത്രമാണ് ഇന്നും ജീവിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചവരുടെ എന്ന പുനരുത്ഥാനത്തിൽ ആദ്യനായി എഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന കർത്താവ് പറഞ്ഞത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. അപ്പോൾ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം. അതാണ് നമ്മുടെ സാക്ഷ്യം. ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു കാര്യത്തിന് അന്ധമായി സാക്ഷ്യം പറയുന്നവരല്ല. എന്നാൽ നാം സത്യത്തിന് സാക്ഷ്യം പറയുന്നവരാ. എല്ലാവരുടെയും ചിന്താഗതികൾക്കും കഥകൾക്കും സങ്കല്പങ്ങൾക്കും ചരിത്രങ്ങൾക്കും അത് കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവമക്കളുടെ സാക്ഷ്യം സത്യമാണ്. അത് മരണത്തിനപ്പുറത്തേക്കുള്ളതാണ്. നമ്മുടെ സാക്ഷ്യം മരണം കൊണ്ട് തീർന്നു പോകുന്നതല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലർ പ്രവൃത്തി 2-32 3-15 വാക്യത്തിൽ പറയുന്നത്, അവനെ ദൈവം മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോൾ ദൈവസഭയുടെ സാക്ഷ്യം, ദൈവമക്കളുടെ സാക്ഷ്യം യേശു ക്രിസ്തുവിനെ ഈ മരിച്ചവരിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു എന്നതിനെയാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായി പറയുന്നത്. നമുക്കിന്ന് രാത്രിയിലും ധൈര്യത്തോടെ പറയാം, ഞാൻ വിശ്വസിക്കുന്ന യേശു കല്ലറയെ ജയിച്ചുയർത്തെഴുന്നേറ്റവനാ, മരണത്തെ ജയിച്ചുയർന്നേറ്റവനാ. എൻ്റെ മേൽ വസിക്കുന്ന ശക്തി മരണത്തിൻ്റെ ശക്തിയല്ല. എൻ്റെ മേൽ ആവസിക്കുന്നത്, നമ്മുടെ മേൽ ആവസിക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ ജീവന്റെ ശക്തിയാണ്. ഇത് രാത്രി എത്ര പറയാൻ കഴിയും? നമ്മുടെ മേൽ പാപമല്ല വസിക്കുന്നത്, നമ്മുടെ മേൽ മരണമല്ല വസിക്കുന്നത്, നമ്മുടെ മേൽ വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ ശക്തിയാണ്, ജീവനാണ് നമ്മൾ വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവൻ തൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ട് നാം ജയാളികളായി ദിവസങ്ങളിൽ ക്രിസ്തുയേശുവിൻ്റെ പുനരുത്ഥാന ശക്തിയാൽ നിറയപ്പെട്ടവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇവർ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ സാക്ഷ്യം പറഞ്ഞിരുന്നത് കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിലായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ മുട്ടുകുത്തി കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കണം. കർത്താവെ, നീ മരണത്തെ ജയിച്ചു വന്നിട്ട് യേശുവാണ്. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രധാന കാര്യം അത് ക്രിസ്തുയേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. ആ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമില്ലാത്ത സുവിശേഷമല്ല. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശക്തിയില്ലാത്ത ആരാധനയല്ല. യേശുവിൻ്റെ പുനരുത്ഥാനത്തെ ശക്തി വെളിപ്പെടുത്താത്ത പ്രസംഗമല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ സുവിശേഷീകരണത്തിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ശുശ്രൂഷയിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ അവിടെ തേജസ് വെളിപ്പെടുവാനിടയാത്തരും, അവിടെ വിടുതൽ സംഭവിക്കാനിടയാത്തരും. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമില്ലാത്ത ശക്തിയില്ലാത്ത ശുശ്രൂഷകൾ അത് നിർജീവമാണ്. എന്നാൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടുള്ള ശുശ്രൂഷ അത് ജീവൻ തരുന്നതാണ്, ശക്തി പ്രാപിക്കുന്നതാണ്, അത് ബലം ഉള്ളതാണ്, അത് തേജസ്സുള്ളതാണ്. അതുകൊണ്ടാണ് നാം യേശുവിൻ്റെ അപ്പോസ്തലന്മാർ അന്ന് മഹാശക്തിയോട് സാക്ഷ്യം പറഞ്ഞത് കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിനായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാന സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഇവർ കണ്ടതാ. അതുകൊണ്ട് ആ കണ്ട കാര്യത്തിന് വേണ്ടി അവർ വളരെ ധൈര്യത്തോടെ സാക്ഷ്യം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് അവർ
സാക്ഷ്യം മഹാശക്തിയോടെ സാക്ഷ്യം പറഞ്ഞ അതേ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ നമുക്കും യേശുവിൻ്റെ പുനരുത്ഥാന സാക്ഷ്യം പറയാം. എനിക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ സമയം കിട്ടിയാൽ, പരസ്യങ്ങളിലാകട്ടെ, മെസ്സേജുകളിലാകട്ടെ, സ്റ്റേജുകളിലാകട്ടെ, ചർച്ചകളിലാകട്ടെ, എവിടെ കിട്ടിയാലും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന സാക്ഷ്യം പറയുവാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ കൃപ. ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കാനിടയാത്തരും. രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയുന്നതായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ശുശ്രൂഷകളിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും യേശു മരിച്ചു അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ആ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. കൃപമേൽ കൃപ വർദ്ധിച്ച ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവസഭയെ പുനരുത്ഥാന ശക്തിയാൽ ദൈവം ശക്തമായി ദിവസങ്ങളിൽ ഉപയോഗിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ധാരാളം കൃപ ലഭിക്കുന്നത് ക്രിസ്തു യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ മേൽ കൃപ പകർന്നിരിക്കുന്നത്. യേശുവിൻ്റെ പുനരുത്ഥാന സാക്ഷ്യം വഹിച്ച യോഹന്നാൻ യേശുവിൻ്റെ പുനരുത്ഥാനത്തിനും സാക്ഷി ആയിരുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ച യോഹന്നാനാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിനും അവൻ സാക്ഷിയായി തീരുമാനമെടുത്തത്. മറ്റുള്ള ശിഷ്യന്മാരും ഈ പുനരുത്ഥാന സാക്ഷ്യം വഹിച്ചവർ പുനരുത്ഥാന സാക്ഷി ശക്തിയോടെ ഘോഷിച്ചു എന്നുള്ളതും അവരോട് തീർന്നു പോകുകയല്ല. തലമുറയായി കഴിഞ്ഞ 2000 വർഷമായി ക്രിസ്തു യേശുവിന് പുനരുത്ഥാന സാക്ഷ്യം വഹിപ്പാൻ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും യേശുവിൻ്റെ പുനരുത്ഥാന സാക്ഷികളെ പരിശുദ്ധമായി എഴുന്നേൽപ്പിച്ച് നിർത്താനായി ഞാൻ സ്തോത്രം ചെയ്യുന്നത് കാണിക്കുന്നത് എല്ലാ മനുഷ്യൻ്റെയും അവസാനം കല്ലറ കൊണ്ട് തീരുമ്പോൾ അവിടെ കൊണ്ട് തീർന്നു പോകാതെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തിലേക്ക് അവതരിച്ച യേശു ക്രിസ്തു മരണത്തിൻ്റെ പരിഹാരം വരുത്തിയ ശേഷം അവൻ പാവങ്ങൾക്ക് പരിഹാരം വരുത്തി അവൻ മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ ശിക്ഷഗണങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവരോടുകൂടെ തിന്നുകുടിച്ചവൻ ജീവനുള്ളവനാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് യേശു ഒലിവുമലയിൽ നിന്ന് അവർ കാണുക സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളതാണ് യോഹന്നാൻ കണ്ടതിൻ്റെ 7ാമത്തെ കാര്യങ്ങളിലെ 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ കണ്ട കാര്യങ്ങൾ. യേശു ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് യോഹന്നാൻ സാക്ഷിയായിരുന്നു. യേശുവിൻ്റെ പ്രവൃത്തികൾക്ക് അവൻ സാക്ഷിയായിരുന്നു. യേശുവിൻ്റെ മറുമലയിലെ രൂപാന്തരത്തിന് യോഹന്നാൻ സാക്ഷിയായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് അവൻ സാക്ഷിയായിരുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിരുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് സാക്ഷിയായിരുന്നു. യേശു പത്മോസിൽ പ്രത്യക്ഷപ്പെട്ട സാക്ഷിയായിരുന്നു. അങ്ങനെ 7 മഹാസംഭവങ്ങളിൽ നാം അവസാനമായി കാണുന്നത് എന്ന് പറഞ്ഞാൽ അവസാനമായി പത്മോസിൽ വെച്ചാൽ കണ്ടത്. അത് നമ്മൾ ആദ്യമായി ആമുഖമായി പഠിച്ചതുകൊണ്ട് ഈ ഗലീല മുതൽ ഒലിവുമല വരെയുള്ള 6 സംഭവങ്ങളുടെ അവസാന സംഭവം യേശുവിൻ്റെ സ്വർഗാരോഹണമാണ്. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ രേഖപ്പെടുത്തി, ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടി അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരാണ്. അപ്പോൾ എന്തിനാ നാം സാക്ഷിയായി തീരേണ്ടത്? യേശുവിൻ്റെ പുനരുത്ഥാന സാക്ഷിയായി തീരും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം എന്ന് പറഞ്ഞത്. യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരൊരുത്തൻ ഞങ്ങളോട് അവൻ്റെ പുനരുത്ഥാന സാക്ഷിയായി തരണം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം എന്നുള്ളത് അത് വളരെ വ്യക്തമായി രചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ എടുത്ത് ചിന്തിക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശിഷ്യന്മാർ അവരെ സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തെയോഫിലൂസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു 40 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് ചില വിചാരിക്കുന്ന 40 ദിവസം ആത്മാവിടെ പരതി നടക്കുമെന്നുള്ളതാണ്. എത്രയോ അബദ്ധമായ പഠിപ്പീരാണെന്നറിയാമോ. 40 നാൾ അതുകൊണ്ടാണ് 40 ദിവസമൊക്കെ പലരും കണക്കാക്കുന്നത്. പക്ഷെ ഇവിടെ യേശു മരിച്ചപ്പോൾ തന്നെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ ശരീരം കല്ലറയിൽ വെച്ചു. അവൻ്റെ ജീവൻ പാതാളത്തിൽ ചെന്ന് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയർത്തി കയറി
പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവിടെ പ്രവേശിച്ചു. യേശുവിൻ്റെ പുനരുത്ഥാന സമയത്ത് അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവും ജീവനും വന്ന യേശു പുനരുത്ഥാനം പ്രാപിച്ചു. 40 ദിവസം യേശു ലോകത്തിൽ സഞ്ചരിച്ചത് അവൻ്റെ ശരീരത്തിലാണ് സഞ്ചരിച്ചത്. ഇതൊന്നും അറിയാതെ അവൻ്റെ ആത്മാവ് ഇവിടെ ഭൂമിയിൽ പരതി നടക്കുന്നത് പറഞ്ഞിട്ടാണ് 40 ദിവസം ഒക്കെ പലരും ചിന്തിക്കുന്നത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ദൈവരാജ്യം സംബന്ധിച്ച് 40 നാളോളം അവർക്ക് പ്രത്യക്ഷമായി. അവൻ പ്രത്യക്ഷമായത് പുനരുത്ഥാന ശരീരത്തോടു കൂടിയാണ് പ്രത്യക്ഷമായത്, തിന്നുകുടിച്ചാ പ്രത്യക്ഷമായത്. അതിൽ അവൻ്റെ ആത്മാവ് അവിടെ പരതി നടക്കല് ചെയ്ത്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ സമയം തന്നെ അവൻ്റെ ആത്മാവ് പോകേണ്ടടുത്ത് പോകും. ഇവിടെ ഒരു നിമിഷം പോലും അത് ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കത്തില്ല. അതിനെ ദൈവം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിരകളിലേക്ക് മാറ്റപ്പെടുക. പാതാളത്തിൽ പോകേണ്ടവർ പാതാളത്തിൽ പോകും, നരകത്തിൽ പോകേണ്ടവർ നരകത്തിൽ പോകും. എന്നാൽ ദൈവ തേജസ്സിൻ്റെ പ്രകാശം ലഭിച്ചവരാണെങ്കിൽ, 30 മേനിയും 60 മേനിയും 100 മേനിയും ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ പരദീസയിലേക്കും സമുദ്രത്തിലേക്കും ഒക്കെ മാറ്റപ്പെടേണ്ടത് മരണനിലയിലേക്ക് മാറ്റപ്പെടേണ്ട ഇടയായിത്തീരും. ആ നിമിഷം തന്നെ ദൂതന്മാർ അവരെ കൊണ്ടെത്തിക്കേണ്ട സ്ഥലത്തെത്തിക്കും. പിന്നീട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും മരണാനന്തരം 40 ദിവസം ആത്മാവ് ഭൂമിയിൽ പരതി നടക്കുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റായ ചിന്തയാണ്. യേശു 40 ദിവസം ഇവിടെ സഞ്ചരിച്ചത് അവൻ്റെ ശരീരത്തിലാണ് സഞ്ചരിച്ചത്. അവൻ്റെ ശരീരം അദൃശ്യമായ ശരീരം, ആ ശരീരം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞില്ല. അത് പ്രത്യക്ഷപ്പെടുന്നവർക്ക് മാത്രമാണ് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തത്. അവൻ്റെ ശിഷ്യഗണങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു. എന്നാൽ മറ്റാർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് കർത്താവ് അവിടെ അവരിയ്ക്കുന്ന മുറിക്കകത്തേക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടത് ആത്മാവിലൂടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുകയത്. എന്നിട്ട് അവൻ പറഞ്ഞു കൊടുത്തു, ഇതാ നിങ്ങൾ തോമസ് പറഞ്ഞു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി നിന്റെ കൈ അതിലേക്ക് വിലാപ്പുറത്തിലേക്ക് ഇടുവാൻ പറഞ്ഞു, വിരലെടുത്ത് പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ ശരീരത്തിലാണ് വെളിപ്പെട്ടത്. അതുകൊണ്ട് തെറ്റായിട്ടുള്ള ചിന്തകളിലേക്കൊന്നും പോകരുത്. 40 ദിവസം പോയിട്ട് 40 സെക്കൻഡ് പോലും മരിച്ചു പോകുന്ന ആത്മാവ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കത്തില്ല. ഏതാത്മാവ് മരിച്ചാലും അത് ആത്മഹത്യയാണെങ്കിലും പെടുമരണമാണെങ്കിലും എന്ത് മരണമാണെങ്കിലും മനുഷ്യൻ്റെ ആത്മാവ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കത്തില്ല. ആ മരിക്കുന്ന നിമിഷം തന്നെ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തും. എന്നാൽ മനുഷ്യനിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാക്കളുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് ഭൂമിയിൽ സഞ്ചരിക്കും. അതിനെ വിളിച്ചു വരുത്തിയിട്ടാണ് പലരും സംസാരിപ്പിക്കുന്നത്. അതാണ് മരിച്ചുപോയവരോട് സംസാരിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മനുഷ്യൻ്റെ ആത്മാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അതൊരിക്കലും ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കത്തില്ല. എന്നാൽ നമ്മളൊക്കെ ഇവിടുന്ന് മാറ്റപ്പെട്ട ശേഷമായി ആത്മാവ് പോയി കഴിയുമ്പോൾ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചേരും, അവിടെ നിന്ന് മടങ്ങി വരത്തും. എന്നാൽ ഒരു മനുഷ്യനിൽ ദുഷ്ടാത്മാക്കളുണ്ടെങ്കിൽ, ഭൂതാത്മാക്കളുണ്ടെങ്കിൽ, അവൻ മരിക്കുന്ന സമയത്ത് അത് മരിച്ചു പോകുന്നില്ല, അത് റിലീസാകും. അത് അന്തരീക്ഷത്തിൽ അത് ഊടാടി സഞ്ചരിക്കും. അങ്ങനെയുള്ള ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കും. അതേക്കുറിച്ച് ഇവിടെ സംശയം ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ശമൂവേൽ പ്രവാചകൻ മരിച്ചു പോയപ്പോൾ ശമൂവേൽ പ്രവാചകൻ അവൻ്റെ ആത്മാവിനെ മടക്കി വരുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ശമൂവേലിനെ അറിയാവുന്നതുപോലെ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവൻ്റെ പിന്നാലെ നടന്ന് ഒരു ദുഷ്ടദൂതൻ വേഷം കെട്ടി വന്നാണ് ശമൂവേൽ പ്രവാചകനായിട്ട് ശൗലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അല്ലാതെ ശമൂവേൽ വന്നില്ല. അതാണ് ദൂതന്മാർ, ദുഷ്ടദൂതന്മാർ വെളിച്ചദൂതന്മാരുടെ വേഷത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവ് മടങ്ങി വന്നില്ല, അവൻ പ്രത്യക്ഷപ്പെട്ടുമില്ല. എന്നാൽ അവനെ പരിചയമായിരുന്ന, അവൻ ചെയ്ത ശുശ്രൂഷകൾ മനസ്സിലാക്കിയ ശൗലിൽ വ്യാപരിച്ചിരുന്ന ആ ദുഷ്ടാത്മാവിന് മനസ്സിലായത് ശമൂവേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിവൃത്തിയാകുമെന്ന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. അത് ഒരു ദുഷ്ടദൂതനാണ് ശമൂവേലിൻ്റെ വേഷത്തിൽ വെളിച്ചപ്പാടത്തേക്ക് പ്രത്യക്ഷപ്പെട്ടത്, അതല്ലാതെ ശമൂവേൽ എന്ന പ്രവാചകനല്ല. അതുകൊണ്ട് ഇന്ന് ഈ പഠന സമയത്ത് മനുഷ്യൻ്റെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ അത് ഊടാടി സഞ്ചരിക്കത്തില്ല, അത് പ്രത്യക്ഷപ്പെടത്തില്ല. എന്നാൽ മരിച്ചു പോകുന്ന വ്യക്തികളിൽ ഭൂതാത്മാക്കളുണ്ടെങ്കിൽ അത് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കും, ആരിലേക്കെങ്കിലും പ്രവേശിക്കും, അല്ലെങ്കിൽ അതിനെ വിളിച്ചു വരെ സംസാരിക്കാൻ കഴിയും. അവിടെ പഴയ ചരിത്രങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അത് വാസ്തവമാണെന്നാൽ മനുഷ്യാത്മാവിൻ്റെ മേൽ നിയന്ത്രണമുള്ള ഒരു ശക്തികളുമില്ല, ഒരു ശക്തിക്കും വിളിച്ചു വരുത്താൻ കഴിയത്തില്ല. അതിൻ്റെ അധികാരം മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. നല്ല ഊടാടി സഞ്ചരിക്കുന്ന ഭൂതാത്മാക്കൾ ഭൂമിയിലുള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കവരാണ് സംസാരിക്കുന്നുള്ളതും ഇതോടെ ബന്ധത്തിൽ പറഞ്ഞു തന്നത്. കാരണം 40 നാള് യേശു ഭൂമിയിൽ അവൻ സഞ്ചരിച്ചത് ശരീരത്തിലാണ് സഞ്ചരിച്ചത്. അന്ന് അവൻ സഞ്ചരിച്ചത് പരിശുദ്ധമാകുന്ന ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശരീരത്തിലാണ് സഞ്ചരിച്ചത്. അത് ദൈവരാജ്യം സംബന്ധിച്ച് 40 ദിവസം പ്രത്യക്ഷപ്പെട്ട് അവൻ ദൈവരാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അതിന് ശേഷമായി അവൻ
അതിനുശേഷം അവർ കാണുക അവൻ ആരോപണം ചെയ്തു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ സ്വർഗദൂതന്മാർ പാട്ടിയ പാട്ട് കേട്ട് ആട്ടിടയന്മാർ അന്ന് യേശുവിനെ പോയി കാണുവാനിടയാത്തന്നു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ലഭിച്ച ഭാഗ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ തികച്ച ശേഷമായി അവൻ ഒലിവുമലയിൽ നിന്ന് അവൻ ആരോപണം ചെയ്യുമ്പോൾ ഈ ശിക്ഷഗണത്തിന് നടുവിൽ നിന്ന് യേശു ഉയരത്തിലേക്ക് പോകുന്നത് കാണുവാനിടയാക്കുന്നു. രാത്രി സൂക്ഷിച്ചു നോക്കുവാൻ കഴിയുമെങ്കിൽ ഒലിവുമലയുടെ ആ മുകളിൽ നിന്ന് ആ ശിക്ഷഗണത്തിൻ്റെ നടുവിൽ നിന്ന് യേശു ഉയരത്തിലേക്ക് അവരെ വിട്ട് കരയേറി പോകുവാനിടയാത്തുന്നു. അതുവരെയും അവരോട് കൂടെ നടന്ന 3.5 വർഷം ശുശ്രൂഷിച്ച യേശു മരിച്ചു, അവൻ അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം അവർക്ക് പ്രത്യക്ഷമായി താൻ ജീവനോടിരിക്കുന്നെന്ന് വെളിപ്പെടുത്തി കൊടുത്തു, ദൈവത്തെ സംബന്ധിച്ച കാര്യങ്ങളെ വെളിപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത ശേഷമായി ആ ഒലിവുമലയിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർ കരമുയർത്തി അനുഗ്രഹിച്ച് ആ ഉയർത്തപ്പെട്ട കരം തോട് കൂടിയാണ് യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനിടയെത്തുന്നത്. ആ ഉയർത്തപ്പെട്ട കരത്തിൻ്റെ കീഴിലാണ് ഞാനും നിങ്ങളും ഇരുന്ന് ഈ വചനം കേൾക്കുന്നത്. ആ ഉയർത്തപ്പെട്ട കരം ആർക്കും താഴ്ത്തുവാൻ കഴിയത്തില്ല. അവൻ്റെ കരം ഉയർന്നിരിക്കുന്നതാണ്, അവൻ ജയം നൽകുന്ന കരമാണ്. അതെ, അവൻ്റെ കരം ഉയർന്നിരിക്കുമ്പോൾ അത് ജയത്തെ കാണിക്കുന്നത്. പരാജയപ്പെടുത്താൻ നോക്കിയതാ, തളച്ചു വയ്ക്കുവാൻ നോക്കിയതാ, ആണിയടിച്ച് ചേർത്ത് വെച്ചതാ, ഇനി ഒരിക്കലും ഉയർക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് വലിഞ്ഞു മുറുക്കി കെട്ടിവെച്ചതാ. എന്നാൽ 3-ാം ദിവസം ഉയർക്കപ്പെട്ട ക്രിസ്തു അവൻ്റെ കൈകൾ അവൻ്റെ വലങ്കരം ഉയർത്തി അനുഗ്രഹിച്ചിട്ട് കടന്നുപോയെങ്കിൽ, അനുഗ്രഹിക്കാൻ വേണ്ടി പിതാവാൻ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ, ആ അനുഗ്രഹത്തിന്റെ കരം ഇന്ന് രാത്രി ഉയർന്നിരിക്കുന്നുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഉയർത്തപ്പെട്ടിരിക്കുന്ന കരം ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന്റെ ആണിപ്പാടുള്ള കരമാണ്. അതിന്റെ കീഴിൽ ഞാൻ നിങ്ങളുമായതുകൊണ്ട് നാം അനുഗ്രഹം പ്രാപിക്കാനുള്ളവരാ. സ്വർഗീയ അനുഗ്രഹം, സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവജനം എന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യണം, പറയണം, കർത്താവേ നിന്റെ ഉയർത്തപ്പെട്ട കരത്തിൻ കീഴിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നമ്മളായിരിക്കുന്നത് അനുഗ്രഹത്തിലായിരിക്കുന്നത്. അനേകര് പലരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പോകാറുണ്ട്. ആ കരങ്ങളൊക്കെ ഇവിടെ മണ്ണടിഞ്ഞു പോകും കേട്ടോ. എന്നാൽ കർത്താവിൻ്റെ കരം നമ്മൾ വെച്ചിരിക്കുന്നത്, മരണത്തെ ജയിച്ചു വരുന്നേറ്റ ക്രിസ്തുവിൻ്റെ കരമാണ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത്. അതൊരിക്കലും മാറിപ്പോകുന്നല്ല. അനുഗ്രഹം നിത്യമായ അനുഗ്രഹമാണ്. അനുഗ്രഹം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഒലിവുമലയിൽ യേശു പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്കത് വളരെ വ്യക്തമായി കാണുക. അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ കാഴ്ചയ്ക്ക് മറഞ്ഞു, അവന് മേഘം മൂടി കാഴ്ചയ്ക്ക് മറഞ്ഞു, തേജസ്സിൽ അവൻ ഇടക്കപ്പെടുകയാണ്. അവൻ പോകുന്നേരം ഒരാകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നും, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ രണ്ടാമത്തെ വരനെ കുറിച്ച് അവൻ ഒലിവുമലയിൽ വീണ്ടും വരുന്നത് സഭയെ ചേർക്കാൻ വേണ്ടിയല്ല. സഭയെ മധ്യാകാശത്തിന് ശേഷമായി ക്രിസ്തുവിൻ്റെ ആത്മമണവാളനും മണവാട്ടി വിവാഹം കഴിച്ച ശേഷമായി ക്രിസ്തുവിനോട് കൂടെ മണവാളനും മണവാട്ടിയും കന്യകമാരാകുന്ന മണവാട്ടിയുടെ തോഴന്മാരയക്കുന്ന തോഴന്മാരുമായി ഈ ദൂതസഞ്ചയങ്ങളുമായി സ്വർഗാസ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പാദം ചവിട്ടുന്നത് ഒലിവുമലയിലാകും. ഇന്ന് ഈ രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പക്ഷെ നമ്മൾ ഒലിവുമല കണ്ടിട്ടില്ലായിരിക്കാം, നമ്മൾ യെരൂശലേമിൽ പോയിട്ടില്ലായിരിക്കാം, ഇസ്രായേൽ പോയിട്ടില്ലായിരിക്കാം. സാഹചര്യം കിട്ടിയാൽ പോയി കണ്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ അവിടേക്ക് പ്രത്യക്ഷപ്പെടാനുള്ളവരാ. നാം എവിടെ മരിച്ചടക്കപ്പെട്ടാലും നമ്മുടെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനോടുകൂടെ അവൻ തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെടാൻ പാദം ചവിട്ടുമ്പോൾ അവനോടുകൂടെ വരുവാൾ വലിയ ഭാഗ്യം നമുക്കുണ്ടെന്നുള്ള സന്ദേശം ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അന്ന് അവർ കാഴ്ചക്കാരായിട്ട് മുന്നിൽ നിൽക്കുകയല്ല, അവരോട് കൂടെ വരുമ്പോൾ അന്ന് ഒരു കൂട്ടം ആൾക്കാർ സ്വീകരിക്കാൻ വേണ്ടി ആ ഒലിവുമലയുടെ അടുക്കൽ ദൂതന്മാർ കൂട്ടിക്കൊണ്ടുവരുന്ന കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്ന അവർ കാണും 5 കന്യകമാർ, ബുദ്ധിയുള്ള കന്യകമാർ, അതുപോലെ അത്തിമരത്തെ പ്രതിദാനം ചെയ്യുന്ന യഹൂദന്മാരും കാണും. ഇവരാണ് കുഞ്ഞാടിനെ സ്വീകരിപ്പാൻ, മണവാളിനെ സ്വീകരിക്കാൻ വേണ്ടി എത്തുന്നവർ. അവര് യേശുവിനെ അവൻ്റെ പരിവാരത്തെയും സ്വീകരിച്ചുകൊണ്ടവർ വിരുന്നുശാലയിലേക്ക്, കല്യാണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ
അവൻ വീണ്ടും വരും. അപ്പോൾ അവർ കണ്ടുവെങ്കിൽ ലോകം മുഴുവൻ കാണാൻ പോകുകയാണ്. ഏത് കണ്ണോ അവനെ കാണും, കുത്തിത്തൊളിച്ചവനെ കാണും. അത് യേശു വീണ്ടും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്, രണ്ടാമത് വരുന്നത് ഒലിവുമലയിലാണ്. ഒലിവുമല അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ പാദം സ്പർശിക്കുമ്പോൾ നമ്മൾ അവനോട് കാണും എന്നുള്ളതും ഇന്ന് രാത്രി നാം വാക്തത്വമായി കണ്ട് നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ അവൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന സന്ദേശം പറയും. ഇതേക്കുറിച്ച് ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയ ഭാഗം കൂടി ഞാൻ വേഗത്തിൽ രേഖപ്പെടുത്തി സന്ദേശം അവസാനിപ്പിക്കാം. 1 തിമോഥെയോസിന്റെ 3-ാം അധ്യായം 16 മുതൽ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതിയുടെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാണ് വലിയതാകുന്നു. ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന 6 കൂട്ടം കാര്യങ്ങൾ വലിയതാണ്. അതെല്ലാം അപ്പോസ്തലൻ യോഹന്നാൻ ദൃക്സാക്ഷിയായിരുന്നാണ്. യേശു ജഡത്തിൽ വെളിപ്പെട്ടതിന്, യേശുവിൻ്റെ പ്രവൃത്തികൾക്ക് സർവ്വതും ആത്മാവിൽ നീതിരിക്കപ്പെട്ടതായിരുന്നു. എല്ലാം യേശുവിൻ്റെ നീതികരണ പ്രവൃത്തികളായിരുന്നു. അവർ സഭദൂതന്മാരെ അപ്പോസ്തലന്മാർക്കാണ് അവൻ മരണാന്തരം പുനരുത്ഥാന ശരീരത്തോടെ പ്രത്യക്ഷനായത്. ജാതികളിൽ പ്രസംഗിക്കപ്പെടുന്നത് സുവിശേഷമാകുന്നു. സുവിശേഷത്തിൻ്റെ പ്രധാന വസ്തുത യേശുവിൻ്റെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സാക്ഷ്യമാണ്. അന്ന് മുതൽ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ പ്രവൃത്തിയെ തികച്ച് യേശു എടുക്കപ്പെട്ടു, ഇപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ യേശു എവിടെയാണ് ഇരിക്കുന്നത് ചോദിച്ചാൽ യേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന യേശു പത്മോസിലായിരുന്ന യോഹന്നാന് 10 ദിവസത്തെ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതുകൊണ്ട് ഗലീല മുതൽ പത്മോസ് വരെ എന്നുള്ള വചനത്തിൻ്റെ പഠനം ഞാനിവിടെ പൂർത്തീകരിക്കുന്നു. യോഹന്നാൻ കണ്ടത് ഗലീല മുതൽ പത്മോസ് വരെയുള്ള 7 മഹാസംഭവങ്ങൾക്കായിരുന്നു. എൻ്റെ 1-ാം അധ്യായം 20-ാം വാക്യം രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരം എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു പറഞ്ഞു. ഇതേക്കുറിച്ച് നാം ചിന്തിച്ചതുകൊണ്ട് നാം അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അടുത്ത ഭാഗത്തിൻ്റെ പഠനത്തിലേക്കുള്ള ഒരു സൂചനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുവാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ സഭയെക്കുറിച്ചും സഭയുടെ ദൂതന്മാരെക്കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് 2-ാം അധ്യായം മുതലുള്ള വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ചായിരിക്കും നമ്മൾ തുടർന്ന് 2-ാം ഭാഗത്ത് ചിന്തിക്കുന്നത്. അപ്പോൾ അന്ന് വരെ ഇല്ലാതിരുന്നത്, യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായി, യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമായി ദൈവസഭ സ്ഥാപിക്കപ്പെടുന്നവ ഇല്ലാതിരുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടു. അത് സഭയുടെ ദൂതന്മാർക്ക് എഴുതുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. എഫെസ്യർ സഭയുടെ ദൂതൻ എഴുതുക. അപ്പോൾ 7 നിലവിളക്കുകളെക്കുറിച്ചും 7 ദൂതന്മാരെക്കുറിച്ചുമുള്ള പഠനഭാഗം 2-ാമത്തെ ഭാഗത്ത് നാം ചിന്തിക്കും. ഇപ്പോഴുള്ളതിനെക്കുറിച്ചുള്ള ബന്ധത്തിൽ ദൈവം വെച്ചാൽ നാളെ നമ്മൾ ചിന്തിക്കും. ഇന്ന് നാം പഠിച്ച് പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവകൃപയാൽ യേശുക്രിസ്തു ജഡത്തിൽ വന്ന് അവൻ്റെ പ്രവൃത്തി തികച്ച് അവൻ മറുമലയിൽ രൂപാന്തരപ്പെട്ട് കാണിച്ച്, അതുപോലെ തന്നെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ വീണ്ടും വരുമെന്നുള്ള സന്ദേശം നമുക്കറിയാം. എന്നാൽ അവൻ നമ്മളെ ചേർക്കുവാൻ വേഗത്തിൽ വരും. അവൻ്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ളതിനെക്കുറിച്ചുള്ള ദൗത്യം. അത് 2-3 അധ്യായങ്ങളിൽ സഭയുടെ നാഥനായിരിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ആ സഭയെ ജയാളികളാക്കി നിർത്തുവാൻ വേണ്ടിയുള്ള സന്ദേശമാണ് 2-3 അധ്യായങ്ങൾ. അത് ദൈവത്തെ നാളെ നമ്മൾ ചിന്തിക്കുമെന്ന് രാത്രി നമുക്ക് പറയാം. തേജസ് രൂപിയായിരിക്കുന്ന കർത്താവ് അവൻ ശിഷ്യന്മാർ കാണുകെ എടുക്കപ്പെട്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിവൃത്തീകരിക്കപ്പെടും. എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടും. അവൻ വരുമ്പം വീണ്ടും നമ്മളെ ചേർക്കുമെന്നുള്ള വചനപ്രകാരം, അതെ, അവനെ കാണാൻ വേണ്ടി ഉള്ളവരല്ല, അവനോടുകൂടി ചേർക്കപ്പെടുവാൻ വേണ്ടി ദിവസങ്ങൾ അവൻ്റെ മധ്യാകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശു വീണ്ടും വന്ന് അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ചേർക്കും. അവൻ ഇരിക്കുന്ന പിതാവിൻ്റെ വലത്ത് ഭാഗത്താണെങ്കിൽ അവിടേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി വരും. അതിനുവേണ്ടി സഭയെ ഒരുക്കാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ പരിശ്രമം തന്നിരിക്കുന്നത്. അവൻ സഭയെ സമ്പാദിച്ചു. ആ സഭയെ ഒരുക്കിയെടുക്കാനുള്ള ദൗത്യം, അത് ആ സന്ദേശം പൂർണ്ണമായി കൈമാറുവാൻ വേണ്ടിയാണ് കർത്താവ് പത്മോസിൽ യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടത്. അതെന്തൊക്കെയാണ് സഭയോടുള്ള ബന്ധത്തിൽ കാലാകാലങ്ങളിലുള്ള സഭയ്ക്ക് ദൂതായി പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ നാളെ നമ്മൾ ചിന്തിക്കും. കർത്താവ് സഭ സ്ഥാപിച്ചു എന്നുള്ളത് അവൻ്റെ പുണ്യാരക്തം ചൊരിഞ്ഞതോടുകൂടി സഭയ്ക്കും ദൈവരാജ്യത്തിനും അടിസ്ഥാനമിടുവാൻ കർത്താവ് സഹായിച്ചു. അതിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അറിയപ്പെടുമ്പോൾ നമ്മുടെ മീതെ വെച്ചിരിക്കുന്ന കരമുണ്ട്. അവൻ കരമുയർത്തി അവരെ അനുഗ്രഹിക്കുകയും അവൻ സ്വർഗാരോഹണം ചെയ്യുവാൻ ഇടയായി തീർന്നു. അതെ, അനുഗ്രഹിക്കപ്പെട്ട കരം മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റ
യേശുവിൻ്റെ കരമാണ്. നമ്മളിൽ വ്യാപരിക്കുന്നത് അത് ജീവന്റെ ശക്തിയാണ്. നമ്മളിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തിയാണ്. അത് നമ്മെ ഉയർത്തുന്നതാണ്, സ്വർഗാസ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമ്മെ മഹിമാ സന്നദ്ധിയിൽ കൊണ്ടെത്തിച്ച് അവിടെ ഇരുത്തുവാൻ ശക്തമാകിയാൽ ഈ ദിവസങ്ങളിൽ ആ ശക്തിയിൽ ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം വെച്ചാൽ നാളെ നമ്മുടെ 8:15 നമ്മുടെ ബൈബിൾ ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. കർത്താവ് താമസികൾ ഒരുമിച്ച് കാണാം. അതുവരെയും കർത്താവിന്റെ നാമത്തെ നമ്മൾ സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവരെ കരുതാൻ വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.